السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. اللهم صل وسلم وبارك وأنعم على نبينا وحبيبنا وسيدنا محمد وعلى آله الطيبين الطاهرين وعلى أزواجه الطاهرات أمهات المؤمنين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. വളരെ സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ റഹ്മത്തും അനുഗ്രഹവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. ഈ ഒരു മഹത്തായ സ്ഥാപനം, ഇതിൽ പഠിക്കാനുള്ള ഒരവസരം കിട്ടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ അറിയണം. എനിക്ക് എൻ്റെ മുമ്പിലുള്ള നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം അതാണ്. കാരണം ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. പാലക്കാടിൻ്റെ പല പ്രദേശങ്ങളിലും മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികൾ സ്കൂളുകളിൽ പോകുന്നത് മറ്റ് പല സ്ഥാപനങ്ങളിലുമാണ്. അവിടെ ആ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പാടില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പഠിക്കാം. കാരണം ഏത് മാനേജ്മെൻറ്റ് നടത്തുന്ന സ്ഥാപനങ്ങളിലും പഠിക്കാം. പക്ഷേ നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള വിശ്വാസങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരങ്ങളുമൊക്കെ ഹനിച്ചു കളയുന്ന മറ്റുള്ള വിഭാഗങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു കുട്ടി LKG മുതൽ +2 വരെ അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഉള്ള ഒരു സ്കൂളുകളിലൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ഈമാൻ നശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വിദ്യാർത്ഥികളോട്, വരുന്ന തലമുറയുടെ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അൽഹംദുലില്ലാഹ് എന്ന് മനസ്സിൽ തട്ടി നമ്മൾ പറയണം. അള്ളാഹിൻ്റെ വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ കാലത്ത് ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ കിതാബ് അത് ഓതി പഠിച്ച് മനഃപ്പാഠമാക്കാനുള്ള ഒരവസരം അള്ളാഹു തആല നിങ്ങൾക്ക് സ്വർഗം, ആ സ്വർഗത്തിലേക്കുള്ള ചാൻസ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു തന്നിരിക്കുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളൊരു കാര്യം, തീർച്ചയായിട്ടും സ്വർഗം നമുക്ക് ലഭിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ വളരെ അനിവാര്യമാണ്. ഒന്ന് ഈമാനും, 2 അമലു സ്വാലിഹാത്തും. ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളുമൊക്കെ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകണം. അതിന് അനുസൃതമായിട്ടുള്ള ജീവിതം നമുക്ക് വേണം. ചുരുക്കത്തിൽ പറയാനുള്ളത്, ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്, നമ്മൾ ഏകദൈവ വിശ്വാസികളാണ്. ഏകനായ റബ്ബിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുവാനും ആരാധനകൾ നടത്തുവാനും പാടുള്ളൂ എന്ന് നമ്മൾ അറിയുക. എനിക്കൊരു ചോദ്യമുണ്ട് നിങ്ങളോട്. നാഥ, ഞങ്ങൾ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് അർത്ഥം വരുന്ന ഒരു സൂക്തം വിശുദ്ധ ഖുർആനിലുണ്ട്. നമ്മൾ നിരന്തരം അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർക്കാണ് ആ ആയത്ത് പറയാൻ കഴിയുക? അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും പറഞ്ഞോളൂ. അതെ, വെരി ഗുഡ്. പറഞ്ഞ കുട്ടികൾക്കൊക്കെ അഭിനന്ദനങ്ങൾ. കറക്റ്റ് ആൻസറാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നാഥ, ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. അത് റബ്ബിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. നിങ്ങൾ നോക്കൂ,
നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ സംവിധാനിച്ച, നമ്മൾക്ക് ഭക്ഷണം നൽകുന്ന, സകല അനുഗ്രഹങ്ങളും നൽകുന്ന ആ റബ്ബിനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ, കല്ലിനെ, മരത്തിനെ, ജിന്നിനെ, മലക്കുകളെ, അമ്പിയാക്കളെ, ഔലിയാക്കളെ അവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നേർച്ച നേരാൻ പറ്റുമോ? അവർക്ക് സുജൂദ് ചെയ്യാൻ പറ്റുമോ? ഒന്നും തന്നെ പാടില്ല. പിന്നെ ആരെയും ആരാധിക്കേണ്ടത്? പറയൂ, അള്ളാഹുവിനെ മാത്രം, അല്ലേ? അതാണ് ഏകദൈവ വിശ്വാസത്തിൻ്റെ ഒരു മർമ്മം. എന്നിട്ട് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെ ഇല്ല. ആ തൗഹീദ് നിങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ 8ലോ 9ലോ ഒക്കെ ഉള്ള കുട്ടികളുണ്ടാകും, 10ലും +1 പഠിക്കുന്ന കുട്ടികളുണ്ടാകും. +2 കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ സ്ഥാപനത്തിൽ നിന്ന് പോകും. എന്നിട്ട് നിങ്ങൾ വേറെ സ്ഥാപനങ്ങളിൽ ഡിഗ്രി പഠിക്കുന്നു, PG പഠിക്കുന്നു, അതുപോലെ തന്നെ അങ്ങനെ ഉയർന്ന തലങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നു. എവിടെ പോയാലും, അങ്ങനെ നിങ്ങളൊരു ഉദ്യോഗം നേടിയാലും ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിലായിരിക്കും. ഇപ്പോൾ നമ്മുടെ റഹീം സാഹിബ് പറയുണ്ടായി, ഇവിടെ പഠിച്ച കുട്ടികളെ സൗദി അറേബ്യയിലെ അബഹ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, അതുപോലെ തന്നെ പിന്നെ കാനഡയിലോ മറ്റൊക്കെ അതുപോലെ പല സ്ഥാപനങ്ങളിലും പഠിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ ലോകത്തെവിടെ എത്തിയാലും നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ഒരു കാര്യം എന്താ? ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഒരാൾ പറയാൻ മുത്തുനബിയെ രക്ഷിക്കണേ എന്ന് ആരെങ്കിലും നിങ്ങളുടെ കൂടെ താമസിക്കുന്ന, പിന്നീട് നിങ്ങൾ ജോലിയൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയോ അങ്ങനെ അവിടെയുള്ള ഒരാൾ മുത്തുനബിയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ നമ്മളങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇനി നിങ്ങൾക്ക് ഒരു കോടി രൂപ തരാണ്, എന്നിട്ട് പറയാണ് നിങ്ങൾ ജീസസ് ക്രൈസ്റ്റിനെ ആരാധിക്കണം, പ്രാർത്ഥിക്കണം, കേൾക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ റബ്ബിനെ മാത്രം ആരാധിക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കൂ, നമ്മൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, എന്ത് വേണം? സൽക്കർമ്മങ്ങൾ വേണം, അല്ലേ? ഈ സൽക്കർമ്മങ്ങൾ എന്ന് പറയുമ്പോഴേ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുമായിട്ടുള്ള ആ സൽക്കർമ്മങ്ങളായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മൾ 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നു, അല്ലേ? 5 നേരത്തെ നമസ്കാരം അൽഹംദുലില്ലാ നമ്മൾ നമസ്കരിക്കുന്നു. അത് നമസ്കരിക്കാത്ത ആളുകളുടെ അവസ്ഥ എന്താ? അവൻ നന്ദികേടാണ് ചെയ്യുന്നത്. 5 നേരം നമസ്കരിക്കൽ നിർബന്ധമാണ്. സ്വർഗം കിട്ടണമെങ്കിൽ അത് തീർച്ചയായിട്ടും നിർവഹിക്കണം, അതിൽ വീഴ്ച വരാൻ പാടില്ല. ഈ 5 നേരത്തെ നമസ്കാരത്തിനോടനുബന്ധിച്ച് അതിൻ്റെ തൊട്ടു മുമ്പും ശേഷമൊക്കെ ആയിട്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. അതിനാണ് എന്ത് പറയുക? റവാത്തിബ് സുന്നത്ത് എന്ന് പറയുക. അതായത് ഫറള് നമസ്കാരങ്ങൾക്ക് മുമ്പോ ശേഷമോ ഒക്കെ ഉള്ള നമസ്കാരങ്ങൾക്കാണ് എന്ത് പറയുക? റവാത്തിബ് സുന്നത്ത് എന്ന് പറയുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൻ നാസു യൗമൽ ഖിയാമ മിനസ്സലാ. അല്ലാഹു തആല ഒന്നാമതായി കൊണ്ട് പരലോകത്ത് മനുഷ്യൻ്റെ കർമ്മങ്ങളിൽ നിന്ന് വിചാരണ ചെയ്യുക. മിനസ്സലാ എന്തായിരിക്കും? നമസ്കാരത്തിനുള്ള അറബി പദം എന്താണ്? ഖുർആനിലും ഹദീസിലും വന്ന പ്രയോഗം എന്താണ്? പറയൂ. അസ്വലാ. ഉഷാറിൽ പറഞ്ഞോളൂ. അതെ. എന്നിട്ട് ആ നമസ്കാരം അല്ലാഹു തആല വിചാരണ ചെയ്യും. ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ കുബായിൽ പഠിക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടി അല്ലെങ്കിൽ ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി 5 നേരം എല്ലാ ദിവസവും കൃത്യമായി നമസ്കരിച്ചിട്ടുണ്ടോ എന്നാര് പരിശോധിക്കും? റബ്ബ് പരിശോധിക്കും. ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ കൃത്യമായി നമസ്കരിക്കുന്നുണ്ടോ എന്ന് റബ്ബ് പരിശോധിക്കും. അങ്ങനെ ഈ നമസ്കാരത്തിൽ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ, പോരായ്മ ഉണ്ടാകുന്ന ഉറപ്പല്ലേ, അല്ലേ? പലപ്പോഴും നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ പല ഭാഗത്തേക്കും പോകാം. അത് പോകാതിരിക്കാനുള്ള ശ്രദ്ധ വേണം. അപ്പോൾ അല്ലാഹു തആല പറയാൻ, ഉൻദുറു ഫീ സ്വലാത്തി അബ്ദി, എൻ്റെ ദാസൻ്റെ നമസ്കാരത്തിൽ നിങ്ങൾ നോക്കുക, അതമ്മഹ അം നഖസഹ, അതവന് പൂർത്തീകരിച്ച് നമസ്കരിച്ചിട്ടുണ്ടോ, അതല്ല അതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ.
അപ്പോൾ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ വ ഇൻകാനും തകസമിൻഹാ ഷൈഅൻ, നമ്മളെ ഫർദ് നമസ്കാരത്തിൽ ന്യൂനതകളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാഹു തആല പറയുന്ന കാല ഉൻദുറു ഹൽ അബ്ദി മിൻ തതവ്വുഇൻ, അവന് സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഇപ്പം നിങ്ങൾ സുബഹി നമസ്കരിച്ചു അല്ലേ? ഈ സുബഹി നമസ്കാരത്തിലുള്ള വീഴ്ചകൾ അതെങ്ങനെയാണ് പരിഹരിക്കപ്പെടുക? അതാണ് ഈ ഹദീസിൽ പറയുന്നത്. സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ. സുബഹിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ സുബഹ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സുബഹി ഫർള് നമസ്കരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? 2 റക്അത്ത് നമസ്കരിക്കണം. അങ്ങനെ ആ സുന്നത്ത് നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് റബ്ബ് നോക്കാൻ വേണ്ടി പറയും. അപ്പോൾ മലായിക്കത്തുകൾ അത് നോക്കുന്ന, അതുണ്ട് എങ്കിൽ അതിമ്മൂലി അബ്ദി ഫരീളതഹു മിൻ തതവ്വുഇന, ഈ ഐച്ഛികമായ നമസ്കാരത്തിൽ നിന്ന് എടുത്തിട്ട് ഫർള് അതിൻ്റെ പോരായ്മകൾ തീർക്കുക എന്നാണ്. ഇത് ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാ. ഞാൻ ദീർഘമായി സംസാരിക്കുകയല്ല. നിങ്ങൾ നോക്കൂ, ഒരു ദിവസം റവാത്തിബ് സുന്നത്തുകൾ, എന്താണ് റവാത്തിബ് സുന്നത്തെന്ന് ഞാൻ പറയേണ്ടായി. ഫർള് നമസ്കാരത്തിന് മുമ്പോ ശേഷമോ ഒക്കെ ഉള്ള നബി പ്രത്യേകമായി പഠിപ്പിച്ച നമസ്കാരങ്ങളാണ്. ആ നമസ്കാരങ്ങളെന്ന് പറയുന്നത് 12 റക്അത്താണ്. 12 റക്അത്തുകളാണ് ഒരു ഹദീസിൽ വന്നിട്ടുള്ളത്. ആ ഹദീസ് എന്ന് പറയുന്നത് മഹാനായിട്ടുള്ള ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവർ പറയാണ്. എന്താ പറയുന്നത്? സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂല് പറയുന്നതായിട്ട് ഞാൻ കേട്ടു. മൻ സ്വല്ലാ 12 റക്അത്തൻ ഫീ യൗമിൻ വലൈല, ഒരു രാത്രിയിൽ 12 റക്അത്ത് ആരെങ്കിലും നമസ്കരിച്ചാൽ, എത്ര റക്അത്ത് പറയൂ? 12 റക്അത്ത് നമസ്കരിച്ചാൽ ബുനിയ ലഹു ബിഹിന്ന ബൈത്തുൻ ഫിൽ ജന്ന, അവന് അത് നിമിത്തം സ്വർഗത്തിൽ ഒരു ഭവനം, ഒരു വീട് അല്ലാഹു തആല നിർമ്മിച്ചു നൽകുന്നതാണ്. ഈ 12 റക്അത്ത് നമസ്കരിച്ചാൽ എന്താ കിട്ടുക? പറയൂ. സ്വർഗത്തിൽ ഒരു വീട്. ഇതാര് പറഞ്ഞതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആരോടാണിത് പറയുന്നത്? ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ. ഉമ്മു ഹബീബ എന്ന് പറയുന്നത് ആരെന്നറിയാം നിങ്ങൾക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരാളാണ്, ഭാര്യയാണ്. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ നമ്മുടെ ആരാ? പറയൂ, ആർക്കാ പറയാൻ പറ്റുക? നമ്മുടെ മാതാക്കളാണ്. ലോകത്തുള്ള സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ് ആര്? ആ പ്രവാചകൻ്റെ പത്നിമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് പറയും. അപ്പം അതിൽപ്പെട്ട ആളാണ് ആര്? ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അവർ പറയാണ്, ഫമാ തറക്തുഹുന്ന മുൻദു സമിഅ്തുഹുന്ന മിൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂല് 12 റക്അത്ത് നമസ്കരിക്കണം എന്ന് പറഞ്ഞത് ഞാൻ കേട്ടത് മുതൽ ഞാനത് ഉപേക്ഷിക്കാറില്ല. അവരത് ഉപേക്ഷിക്കാറില്ല എന്നാ. ഉമ്മു ഹബീബ ഇത് പറയുന്നത് ആരോടാ? അംബസ എന്ന് പറയുന്ന വ്യക്തിയോടാ. ആരോടാ പറയുന്നത്? അംബസ. അപ്പം അംബസ പറയാൻ, വഖാല അംബസതു ഫമാ തറക്തുഹുന്ന മുൻദു സമിഅ്തുഹുന്ന മിൻ ഉമ്മി ഹബീബത, ഉമ്മു ഹബീബയിൽ നിന്ന് കേട്ടത് മുതൽ ഞാനത് ഉപേക്ഷിക്കാറില്ല. എന്തുപേക്ഷിക്കാറില്ല? പറയൂ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. 12 റക്അത്ത്. ഈ അംബസ ആരോടാ പറയുന്നത്? നിങ്ങൾ അംർ ഇബ്നു ഔസ് എന്ന് പറയുന്ന വ്യക്തിയോടാ. അപ്പം അദ്ദേഹം പറയാണ്, മാ തറക്തുഹുന്ന മുൻദു സമിഅ്തുഹുന്ന മിൻ അംബസ, അംബസയിൽ നിന്ന് ഇത് കേട്ടത് മുതൽ ആ 12 റക്അത്ത് ഞാൻ ഒഴിവാക്കാറില്ല. അംബസ ആരോട് പറഞ്ഞു? അംർ ഇബ്നു ഔസ് ആരോട് പറഞ്ഞു? നുഅ്മാൻ ഇബ്നു സാലിമിനോട് പറഞ്ഞു. അദ്ദേഹവും അതുപോലെ തന്നെ പറയാണ്. മനസ്സിലാക്കണം. അതായത് ആ 12 റക്അത്ത് അതീവ പ്രാധാന്യത്തോടുകൂടെ അവരൊക്കെ നിർവഹിച്ചു വന്നു. ഈ 12 റക്അത്തിൻ്റെ പ്രതിഫലം നമ്മൾ പറയണ്ടായി. സ്വർഗത്തിൽ അവൻ എന്തുണ്ടാകും? വീടുണ്ടാകും. ഏതൊക്കെയാണ് 12 റക്അത്ത് എന്ന് അറിയാം നിങ്ങൾ? സുബഹിൻ്റെ മുമ്പ് 2. എപ്പോ? പറയൂ. ലോഹറിൻ്റെ മുമ്പ്, കേൾക്കൂ, ലോഹറിൻ്റെ മുമ്പ് 4. എങ്ങനെയാണ് 4 റക്അത്ത് നമസ്കരിക്കുക അറിയോ? ആദ്യം 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടുക, പിന്നീട് വീണ്ടും 2 റക്അത്ത് നമസ്കരിക്കുക. അതിൻ്റെയൊക്കെ നിയ്യത്ത് എന്താ? ലോഹറിന് മുമ്പുള്ള റവാത്തിബ് സുന്നത്തായ 4 റക്അത്ത് ഈ 2 ഞാൻ നമസ്കരിക്കുന്നു.
എന്ന് മനസ്സിൽ കരുതുക. നമസ്കാരത്തിൻ്റെ നിയ്യത്തൊന്നും പറയാൻ പാടില്ല. പറയുന്നത് എന്താ? ബിദ്അത്താണ്, അനാചാരമാണ്, കുറ്റം കിട്ടുന്ന കാര്യമാണ്. നമ്മൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ നേരത്തെ, ബിദ്അത്തിൻ്റെ അപകടം എന്താണ്? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അനാചാരം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതമായിട്ട് ദീനായിട്ട് പഠിപ്പിക്കാത്ത കാര്യം മതമാണ് എന്നുള്ള വിചാരത്തോടുകൂടെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ബിദ്അത്ത്. മനസ്സിലാക്കണം. ആ ബിദ്അത്ത് എന്താണ്? കുല്ലു ബിദ്അത്തിൻ ളലാല. ഇവിടെ പറഞ്ഞല്ലോ എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ളലാലത്തുകളും എവിടെയാണ്? പറയൂ. ഫിന്നാർ എന്ന് പറഞ്ഞാൽ എന്താ? നരകം. എന്താണ്? നരകം. അപ്പൊ ബിദ്അത്ത് ചെയ്താൽ എവിടെ പോണ്ടി വരും? പറയൂ. നിങ്ങൾക്കറിയോ? അതായത് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മാത്രം കിട്ടുന്നൊരു സംഭവമുണ്ട്. അതായത് ഈ ഹൗലുൽ കൗസർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടവരൊന്ന് കൈപൊക്കൂ. അവരാരും കേട്ടില്ലേ? എന്നാ കൈ താഴ്ത്തിക്കോളൂ. ഓക്കെ. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് സ്വർഗീയ പാനീയം റസൂൽ കൊടുക്കും. ഈ കൗസർ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള പാനീയമാണ്. അതിൻ്റെ അടുത്തേക്ക് ആളുകൾ ഇങ്ങനെ വരും കേട്ടോ. എന്തിനാ വരിക? അത് കുടിക്കാൻ വരും. അത് കുടിച്ചാലുണ്ടല്ലോ അതിൻ്റെ പ്രത്യേകത നിങ്ങൾ തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെളുത്ത, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ഒരു പാനീയമാണെന്ത്? കൗസർ എന്ന് പറയുന്ന പാനീയം. അത് കുടിക്കാനായിട്ട് ആളുകൾ വരും. അങ്ങനെ ആളുകൾ ഇങ്ങനെ വരുമ്പോഴേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ അവിടേക്ക് ഇങ്ങോട്ട് അടുത്തെത്തുമ്പോഴേക്കും എന്ത് ചെയ്യും? റസൂലിൻ്റെയും അവരുടെയും ഇടയിൽ ഒരു മറ സ്ഥാപിക്കപ്പെടും. മറ സ്ഥാപിക്കുമ്പോൾ റസൂൽ പറയും, യാ റബ്ബി യാ റബ്ബി ഉമ്മത്തി. എൻ്റെ നാഥ, അവരെൻ്റെ സമൂഹമാണല്ലോ, എന്നെ ഉമ്മത്തിയങ്ങളാണല്ലോ എന്ന് പറയും. അപ്പോൾ റസൂലുള്ളാഹിനോട് പറയും, എന്താ പറയുക? ഇന്നക ലാ തദ്രി മാ അഹദസു ബഅദക. പ്രവാചകരെ, അങ്ങയുടെ കാലശേഷം അവരെന്തൊക്കെയാണ് പുതുതായി ബിദ്അത്തായിട്ടുണ്ടാക്കിയത് എന്ന് അങ്ങേക്കറിയില്ല. അതായത് ഈ ആളുകൾ എന്ത് ചെയ്തു അറിയോ? അവർക്ക് ഹൗലുൽ കൗസർ കിട്ടൂല. എന്താ കിട്ടാതിരിക്കാൻ കാരണം? അവർ ബിദ്അത്ത് ചെയ്തു, അനാചാരം ചെയ്തു. സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോ ഹദീസ് ആയത്ത് എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ പറയാ, ഓരോ സംഭവം ഇന്ന മഹാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് മഗ്രിബ് കഴിഞ്ഞാൽ ഒരു 6 റക്അത്ത് നമസ്കാരം, അതിന് സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പറയും, അതുപോലെ സ്വലാത്തുൽ ഹാജ എന്ന് പറയുന്ന വേറെ നമസ്കാരമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ എന്താണ്? ബിദ്അത്താണ്. അതെന്താണ്? ബിദ്അത്താണ്, അനാചാരമാണ്. അപ്പം അങ്ങനെയുള്ള ബിദ്അത്തുകളൊക്കെ ചെയ്താൽ എവിടെയാണ് പോവുക? നരകത്തിലാണ് പോവുക. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് വേണം? അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ച ആ സുന്നത്തായിട്ടുള്ള സ്ഥിരപ്പെട്ട സുന്നത്തുകൾ മുറുകെ പിടിച്ചനുഷ്ഠിച്ച് അങ്ങനെ മുന്നോട്ട് പോകണം. അപ്പോൾ ളുഹറിന് മുമ്പ് 4 റക്അത്താണ് പറഞ്ഞത്. അതെങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? പറയൂ. വെരി ഗുഡ് 2 റക്അത്ത്, പിന്നെ 2 റക്അത്ത്, പിന്നെ ളുഹറിന് ശേഷം 2. ളുഹറിന് ശേഷം എത്രയാണ്? റവാത്തിബ് സുന്നത്തുകളാണ് ഞാൻ പറയുന്നത്. ഇപ്പം എത്രയായി? സുബഹിൻ്റെ മുമ്പ് 2, ളുഹറിൻ്റെ മുമ്പ് 4, ശേഷം 2, അപ്പോൾ 8 റക്അത്തായി. ഇനി മഗ്രിബിന് തൊട്ട് മുമ്പുമില്ല ശേഷമല്ല, അസറിന് മുമ്പുമില്ല ശേഷമല്ല, അസറിൻ്റെ മുമ്പുമില്ല, ശ്രദ്ധിക്കണം, അസറിൻ്റെ മുമ്പോ ശേഷമോ റവാത്തിബ് സുന്നത്തുകളില്ല. മഗ്രിബിൻ്റെ മുമ്പുമില്ല, മഗ്രിബിൻ്റെ ശേഷമുള്ളത്. ഈ 12 റക്അത്താണ് ഞാൻ പറയുന്നത്. 12 റക്അത്തിന് ഇനി എന്താ ബാക്കി? മഗ്രിബിൻ്റെ ശേഷം, ഇശാക്ക് ശേഷം 2 റക്അത്ത് വീതം. അപ്പോൾ ഒന്നുകൂടെ പറയാം. സുബഹിൻ്റെ മുമ്പ് 2, ളുഹറിൻ്റെ മുമ്പ് 4, ളുഹറിൻ്റെ ശേഷം 2, മഗ്രിബിൻ്റെ ശേഷം 2, ഇശാക്ക് ശേഷം 2. ഇതാണ് 12 റക്അത്ത്. ഓക്കെ, ഇതിനാണ് റവാത്തിബ് സുന്നത്ത്. ഇത് ദായിമാക്കിയാലാണ് എന്തുണ്ടാകുക? സ്വർഗത്തിൽ ഒരു ഭവനം നമുക്ക് കിട്ടുക. ഇനി വേറെ ഒരു സംഭവം നിങ്ങൾ കേട്ട് കാണും. 10 റക്അത്താണ് എന്നുള്ളത്. അതും ബുഖാരി ഉദ്ധരിച്ചതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന സംഭവമാണ്. അതിൽ പറയുന്നത് ഇതേപോലെ തന്നെ ഒരു വ്യത്യാസം മാത്രം, ളുഹറിന് മുമ്പ് 2 എന്നുള്ളത്. മനസ്സിലായല്ലോ? പക്ഷേ അതിനെന്തില്ല, സ്വർഗത്തിൽ വീടുണ്ടാകുന്നൊന്നും അതിനുള്ള ഒരു പ്രതിഫലമായിട്ട് പറയുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒരു 12 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്.
നിങ്ങൾ നോക്കൂ, 12 റക്അത്ത് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. കുറച്ച് നമ്മൾ ത്യാഗം അല്ലെങ്കിൽ ചെറിയ അധ്വാനം അത് നിർവഹിക്കുക എന്ന് മാത്രം. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സ്വർഗം കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ അറിയുക. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് ഉണ്ടല്ലോ, സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത്, അതിൽ നമ്മൾ എന്താ പാരായണം ചെയ്യേണ്ടത് അറിയോ? പറയൂ, എന്താ പറയൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ കുട്ടിക്ക് ഒരു കയ്യടി കൊടുത്താലേ നമുക്ക്. ഓക്കെ. 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ശ്രദ്ധിക്കുക, 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഏതാ അറിയോ? 2 ഇഖ്ലാസുകളുണ്ട് ഖുർആനിൽ. ഒന്ന് കാഫിറൂൻ, സൂറത്തുൽ കാഫിറൂൻ, അതൊരു ഇഖ്ലാസാണ്, അതാണ് ഓതേണ്ടത് 1ാമത്തെ റക്അത്തിൽ. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അടുത്ത ഇഖ്ലാസ് ഓതുക. അതേതാണ്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് പറയുന്ന അധ്യായം. ഓക്കെ, ഇതേ സൂറത്തുകൾ തന്നെയാണ് നമ്മൾ മഗ്‌രിബിന് ശേഷമുള്ള 2 റക്അത്തിലും പാരായണം ചെയ്യേണ്ടത്. വേറെയും സൂറത്തുകൾ ഓതാം, ഇത് പ്രത്യേകം സുന്നത്താണ് എന്ന് മാത്രം. ഇനി നിങ്ങൾ നോക്കൂ, ഇപ്പോൾ നമ്മൾ ഒരു കാര്യം പറയണ്ടായി, അസറിനോ മുമ്പോ ശേഷമോ സുന്നത്തില്ല എന്ന് പറയണ്ടായി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പോൾ ഒരു പള്ളിയിൽ പോവുകയാണ്, അസർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബാങ്കിന് മുമ്പ് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. അപ്പോൾ എന്താ നിയ്യത്ത് വേണ്ടത്? റവാത്തിബ് സുന്നത്ത് എന്നല്ല, വെരി ഗുഡ്, തഹയ്യത്ത് എന്നുള്ള, തഹയ്യത്തുൽ മസ്ജിദ്, പള്ളിയെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള 2 റക്അത്ത് നമസ്കാരം എന്നാണ് നമ്മുടെ മനസ്സിൽ കരുതേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണ്? അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത് നിങ്ങൾ? റക്അത്താനി ബൈനൽ അദാനൈൻ, 2 ബാങ്കുകൾക്കിടയിൽ 2 റക്അത്ത് നമസ്കരിക്കാമെന്ന. അതേതാണ് 2 ബാങ്ക്? വെരി ഗുഡ്, വെരി ഗുഡ്. ബാങ്കും ഇഖാമത്തും, അതിനിടയിൽ 2 റക്അത്ത് നമുക്ക് നമസ്കരിക്കാം. അപ്പോൾ അസറിനൊക്കെ പള്ളിയിൽ പോകുമ്പോഴേ ആ നിയ്യത്താണ് നിങ്ങൾക്ക് വേണ്ടത്. ഒന്നുകിൽ തഹിയ്യത്ത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള 2 റക്അത്ത് ഞാൻ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു എന്നുള്ളൊരു ബോധമാണ്. അതാണ് നിയ്യത്ത്, അതാണ് നമ്മുടെ മനസ്സിനകത്ത് വേണ്ടത്. ഇനി മഗ്‌രിബിന് പോയാലോ? മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നുണ്ട്, ജമാഅത്തിന് ഇനിയും ടൈമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒന്നുകിൽ തഹയ്യത്ത് നമസ്കരിക്കുക, തഹയ്യത്താണ് ഏറ്റവും പ്രധാനം കേട്ടോ, അത് ശക്തമായ സുന്നത്താണ്. എന്നാൽ മഗ്‌രിബിൻ്റെ മുമ്പേ നമുക്ക് എന്ത് ചെയ്യാം? ബാങ്കിന് മുമ്പേ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ ബാങ്ക് കൊടുത്താൽ ഫർളിൻ്റെ മുമ്പായിട്ട് 2 റക്അത്ത് നമസ്കരിക്കാം. അതേതാണ്? റസൂലുള്ളാഹി പറഞ്ഞു, സഹീഹുൽ ബുഖാരിയിൽ കാണാം, സ്വല്ലു ഖബലൽ മഗ്‌രിബ്, സ്വല്ലു ഖബലൽ മഗ്‌രിബ്, നിങ്ങൾ മഗ്‌രിബിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. 3ാമത് പറഞ്ഞത് ഇഷ്ടമുള്ളവർ നമസ്കരിക്കട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് സുന്നത്താണ്, അതിശക്തമായ സുന്നത്തല്ല. മനസ്സിലാകുന്നുണ്ടോ? ആ 2 റക്അത്ത് നമസ്കരിക്കാം. ഇഷാക്കും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള 2 റക്അത്ത് എന്നുള്ള ആ നിയ്യത്തോടു കൂടെ നമ്മൾ നമസ്കരിക്കാം. ഇതൊക്കെയാണ് നമ്മൾ സുന്നത്തായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ജുമുഅ നമസ്കരിച്ചു എന്ന് വിചാരിക്കുക, ജുമുഅ കഴിഞ്ഞാൽ സ്വീകാര്യയോഗ്യമായിട്ടുള്ള ഹദീസിൽ വന്നത് അള്ളാഹിൻ്റെ റസൂല് വീട്ടിൽ പോയിട്ടാണ് അധികം നമസ്കരിക്കുക. സുന്നത്തുകളൊക്കെ അധികം എവിടെ നിന്നാണ് നമസ്കരിക്കാൻ നല്ലത് പറയൂ? വീട്ടിൽ നിന്നാണ്. പക്ഷേ നമ്മൾ പള്ളിയിൽ തന്നെയാണെങ്കിൽ ഇവിടെ നിന്ന് നമസ്കരിക്കുക കേട്ടോ. അപ്പോൾ റസൂലുള്ളാഹി വീട്ടിൽ പോയ 2 റക്അത്ത് നമസ്കരിക്കും. അഥവാ ജുമുഅക്ക് ശേഷം പള്ളിയിൽ നമസ്കരിക്കുകയാണെങ്കിലോ 4 റക്അത്താണ് നമസ്കരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അത് 2 നമസ്കരിച്ച് സലാം വീട്ടുക, പിന്നെ വീണ്ടും 2 റക്അത്ത് നമസ്കരിക്കുക. ഇതാണ്. ഇനി നിങ്ങൾ യാത്ര പോകുകയെന്ന് വിചാരിക്കാം, നിങ്ങളൊരു ടൂറ് പോവുകയാണ്, അല്ലെങ്കിൽ ഹജ്ജിനോ ഉംറക്കോ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ദീർഘയാത്ര പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ യാത്രയിൽ നമ്മൾ എന്ത് ചെയ്യും? ജമ്മും കസറും ആക്കും അല്ലേ? ഫറല് നമസ്കാരം തന്നെ 4 2ആക്കി നമ്മൾ നമസ്കരിക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, 2 സുന്നത്തുകൾ അള്ളാഹിൻ്റെ റസൂൽ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. ഏതാ 2 സുന്നത്തുകൾ? ഒന്ന് സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത്, മറ്റൊന്നോ രാത്രിയുള്ള നമസ്കാരം, വിത്ർ എന്ന് പറയും അല്ലേ? വിത്ർ എന്ന് പറഞ്ഞാലും തഹജ്ജുദ് എന്ന് പറഞ്ഞാലും ഒക്കെ അതിൻ്റെ പല പേരുകളാണ്. ഒരു നമസ്കാരമാണ്, അതിൻ്റെ പേരുകളാണ്. വിത്ർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനത്തിൽ ഒറ്റയാക്കുന്നത് കൊണ്ടാണ് വിത്ർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സംസാരം തൽക്കാലം ചുരുക്കുകയാണ്. ഇനി നിങ്ങൾക്ക്
ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ പിന്നെ പറയാം. ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ പറയാൻ വേണ്ടി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ചോദ്യങ്ങളുണ്ടെങ്കിൽ അതാവാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ചോദ്യമെന്ന് പറയുന്നത്, ഇപ്പോൾ റവാത്തിബ് നമസ്കാരമുള്ള ഒരു ടൈം, എക്സാമ്പിൾ സുബഹി ബാങ്ക് കൊടുത്ത ഉടനെ ഒരാൾ പള്ളിയിൽ വരികയാണ്. അപ്പോൾ പള്ളിയിൽ കയറി എന്ത് നമസ്കരിക്കണം? 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കണം. എന്നാൽ 2 റക്അത്ത് പിന്നെ സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്തുണ്ട്. ഇത് അപ്പോൾ 2 സുന്നത്തുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒന്ന് നമസ്കരിച്ചാൽ മതിയോ, അതല്ല രണ്ടും വെവ്വേറെ നമസ്കരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, സമയം ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ജമാഅത്തിന് ഇനിയൊരു 10 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തഹയ്യത്ത് നമസ്കരിക്കാം, പിന്നീട് സുബഹിൻ്റെ സുന്നത്ത് നമസ്കരിക്കാം. എന്നാൽ സമയമല്ല, ഒരു 4 മിനിറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കരിക്കുക. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് തഹയ്യത്തിൻ്റെ താല്പര്യം എന്താ അറിയോ? പള്ളിയിൽ കയറിയാൽ ഇരിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കണം എന്നാണ്. പള്ളിയിൽ കയറിയാൽ എന്ത് ചെയ്യണം? അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഈ ഹനഫി മദ്ഹബുകാരൊക്കെ, ഞാൻ അവരെ ആക്ഷേപിക്കല്ല, അവർ പള്ളിയിൽ വന്നാൽ ഇരിക്കും ഉടനെ നമസ്കരിക്കാതെ. അത് തെറ്റാണ്. കാരണം ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ജുമഅക്ക് ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ കടന്നു വന്നു, അയാൾ നമസ്കരിക്കാതെ ഇരുന്നു. അപ്പോൾ റസൂലുള്ളാഹി ഖുതുബയുടെ ഇടയിൽ ചോദിച്ചു. എന്താ ചോദിച്ചത്? അസ്വല്ലൈത യാ ഫുലാൻ, സഹോദര നീ നമസ്കരിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. എങ്കിൽ കും ഫർഖ് റകഅതൈൻ, നീ എഴുന്നേൽക്ക് 2 റക്അത്ത് നമസ്കരിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നീട് അതിൻ്റെ പ്രാധാന്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ കാണാം. അതായത് ഒരാൾ പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കണം. അത് ഇരിക്കുന്നതിന് മുമ്പായിരിക്കണം. ഇരുന്നാൽ പിന്നെ അതിൻ്റെ ടൈം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? തഹിയ്യത്ത് നമസ്കരിക്കുക, എന്നിട്ട് ആ സുന്നത്ത് നമസ്കരിക്കുക. ഇല്ല എങ്കിൽ സുബഹിൻ്റെ സുന്നത്ത് ആണ് നമസ്കരിക്കേണ്ടത്. കാരണം സുബഹിൻ്റെ സുന്നത്തിൻ്റെ പ്രാധാന്യം എന്താ പറയുക? ഈ തഹിയ്യത്തിനേക്കാൾ വലിയ പ്രാധാന്യമാണ്. അതായത് റകഅത്താൽ ഫജ്രി ഖൈറുൻ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, സുബഹിൻ്റെ 2 റക്അത്ത് സുന്നത്ത് ഈ ദുനിയാവും അതിനകത്തുള്ളതും നിനക്ക് ലഭ്യമാകുന്നതിനേക്കാൾ ഉത്തമമാണെന്നാണ്. എന്താണ് സുബഹിൻ്റെ 2 റക്അത്തിന്റെ സുന്നത്തെന്ന് പറയൂ, അതിൻ്റെ പ്രാധാന്യം പറയൂ. ഞാനിപ്പോൾ പറയണ്ടായി, ഒന്ന് പറയൂ. ഈ ദുനിയാവും അതിനകത്തുള്ളതും നിനക്ക് കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണെന്താ പറയൂ? എന്തിൻ്റെ പ്രാധാന്യം ഇപ്പം നമ്മൾ പറയുന്നത്? വെരി ഗുഡ്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ സമയം കുറവാണെങ്കിൽ സുബഹിൻ്റെ ആ 2 റക്അത്ത് എന്നുള്ള നിയ്യത്തോടു കൂടെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. അപ്പോൾ അത് ഇരിക്കുന്നതിന് മുമ്പേ നമസ്കരിക്കുക. അപ്പോൾ അവിടെ തഹിയ്യത്തിൻ്റെ ആ ഒരു സ്ഥാനം കൂടാതെ നമുക്ക് ലഭ്യമാകാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ളുഹറിന് മുമ്പ് വന്നാലോ? അപ്പോൾ ളുഹറിന് മുമ്പുള്ള ആ റവാത്തിബ് സുന്നത്ത് എന്നുള്ള നിയ്യത്തോടു കൂടെ നമ്മൾ നമസ്കരിക്കുക. മനസ്സിലായല്ലോ? ഇതാണ് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? അടുത്ത ചോദ്യം, ചില ആളുകൾ നമ്മൾ ജമാഅത്ത് നടക്കുമ്പോഴേ ഇമാമും ജമാഅത്തൊക്കെ റുകൂഇലായിരിക്കാം. അപ്പോൾ ചില ആളുകളൊക്കെ ഓടി വരും. ഓടി വന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? റുകൂഇൽ ചേരും. അങ്ങനെ ചേർന്നാൽ ആ റക്അത്ത് കിട്ടുമോ കിട്ടുകയില്ലേ എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം കിട്ടുകയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, വെരി ഗുഡ്. അതെ, ഉത്തരം ഇവർ തന്നെ പറയുന്നുണ്ട്. എല്ലാവരും കേൾക്കുക. ഫാത്തിഹ ഉണ്ടല്ലോ, ആ ഫാത്തിഹ ഓതാത്തവർ നമസ്കാരം കിട്ടുകയില്ല എന്നാണ്. ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹത്തുൽ കിതാബ് പാരായണം ചെയ്യാത്തവന് നമസ്കാരമില്ല എന്നുള്ളതാണ്. ഫാത്തിഹ ഓതാത്തവൻ്റെ നമസ്കാരം ഫഹിയ ഖിദാജുൻ, അത് അപൂർണമാണ് എന്ന് റസൂൽ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമസ്കാരത്തിന് 14 റുക്നുകളുണ്ട്. 14 റുക്നുകളിൽ ഒന്നെന്താണ്?
ഫാത്തിഹ ഓരോ റക്അത്തിലും ഓതണമെന്നാണ്. എന്താണ്? ഖിറാഅത്തുൽ ഫാത്തിഹത്തി ഫീ കുല്ലി റക്അത്തിൻ, എല്ലാ റക്അത്തിലും എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതണമെന്നാണ്. അതിന് തെളിവായിട്ട് റുക്കൂ കിട്ടിയാൽ റക്അത്ത് കിട്ടും എന്നുള്ളതിന് തെളിവായിട്ട് പറയുന്നൊരു സംഭവം തരങ്ങൾ, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നമസ്കാരം നടക്കുമ്പോൾ റുക്കൂയിലായിരിക്കുമ്പോൾ കടന്നു വന്നു എന്നും അങ്ങനെ കടന്നു വന്നപ്പോൾ അദ്ദേഹം റുക്കൂയിൽ ചേർന്നു എന്നുമാണ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ റസൂൽ പറഞ്ഞു, പിന്നെ നിൻ്റെ ഈ നമസ്കാരത്തോടുള്ള താല്പര്യം അത് വളരെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സംഭവമാണ്. അതിൽ അദ്ദേഹത്തോട് ബാക്കി എഴുന്നേറ്റ് പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആളുകൾ പറയാറുള്ളത്. സത്യത്തിൽ എന്താണ്? ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഖത്താബി 4-ാം നൂറ്റാണ്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഷറഹു സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുന്നുണ്ട്, ഈ ഹദീസിൽ ലാ തഉദുഹു, നീ ഇത് ആവർത്തിക്കരുത് എന്നുള്ള ഒരു പദപ്രയോഗമുണ്ട്. മനസ്സിലായല്ലോ? ആ അർത്ഥം, ആ വാക്കിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് ഇനി ഒരിക്കലും എന്താണ്, ഈ റുകൂഇൽ ചേർന്നത് കൊണ്ട് ആ റക്അത്ത് കിട്ടും എന്നുള്ള ആ ഒരു വിചാരണ, ആ ഒരു ധാരണ വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ വെച്ച് നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യണം? റുകൂഇൽ ചേരുമ്പോൾ ഇമാം സലാം വിട്ടിക്കഴിഞ്ഞാൽ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം? ആ റക്അത്ത് പൂർത്തീകരിക്കണം. അതാണ് ഫമാ അദ്റക്തും ഫസല്ലു, നിങ്ങൾ ഇമാമിൻ്റെ കൂടെ കിട്ടിയത് നിങ്ങൾ നമസ്കരിക്കുക, വമാ ഫാത്തക്കും ഫഅതിമ്മു, നഷ്ടപ്പെട്ട് നിങ്ങൾ എഴുന്നേറ്റ് പൂർത്തീകരിക്കുക എന്നാണ്. അപ്പോൾ ഫാത്തിഹ ഓതാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? ആ റക്അത്ത് കിട്ടുകയില്ല. ചില മദ്ഹബിലൊക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഷാഫി മദ്ഹബിൽ, ഹംബലി മദ്ഹബിലും ഒക്കെ എന്താണ്, ആ ഫാത്തിഹ ഓതാതെ റുക്കൂ കിട്ടിയാൽ റക്അത്ത് കിട്ടും എന്നുള്ളതാണ്. നമ്മൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മദ്ഹബല്ല നമ്മൾ നോക്കേണ്ടത്, പിന്നെന്താ നോക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളാണ് നോക്കേണ്ടത്. നമ്മൾ 2 കാര്യങ്ങളിലേക്കാണ് മതത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാൻ തിരിയേണ്ടത്. എന്തിലേക്കാണ് നോക്കേണ്ടത്? പറയൂ. ഖുർആനും തിരുസുന്നത്തും. ഇന്ന ഇമാമ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മദ്ഹബിൽ പറഞ്ഞിട്ടുണ്ട് എന്നല്ല, മറിച്ച് അള്ളാഹിൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ടോ, റസൂലുള്ളാഹിൻ്റെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഹജ്ജത്തുൽ വദാ എന്താ? അങ്ങനെ പറയൂ. ഹജ്ജത്തുൽ വദാ എന്താണ് അതിൻ്റെ മീനിങ്? പറയൂ. വിടവാങ്ങൽ ഹജ്ജ്, റസൂലുള്ളാഹിൻ്റെ മരണത്തിന് തൊട്ടുമുള്ള അവസാനത്തെ ഹജ്ജാണ്. ആ ഹജ്ജിൽ ഒരു കാര്യം പറഞ്ഞു അറഫ പ്രസംഗത്തിൽ, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത നബിയിഹി. എന്താ പറഞ്ഞത്? 2 സംഗതികളിൽ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, അത് നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിപിഴക്കുകയില്ല. എന്താണ് 2 കാര്യങ്ങൾ? നിങ്ങൾ എല്ലാവരും ഉച്ചത്തിൽ പറയൂ. അതെ, കിതാബുല്ലാ എന്ന് പറഞ്ഞാ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം, കിതാബ് എന്ന് പറഞ്ഞാ വിശുദ്ധ ഖുർആൻ, വസുന്നത നബിയിഹി പ്രവാചകൻ്റെ സുന്നത്തും, അതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അപ്പോൾ നമസ്കാരത്തെക്കുറിച്ചോ ഇബാദത്തുകളെക്കുറിച്ചോ ഇസ്ലാമിൽ എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ നമ്മൾ എങ്ങോട്ടാണ് നോക്കേണ്ടത്? പറയൂ. അതെ, ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കുമാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ സുന്നത്തിൽ വളരെ വ്യക്തമായിക്കൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതിയാലാണ് ആ റക്അത്ത് നമുക്ക് കിട്ടുക എന്ന് മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, നമസ്കാരത്തിൻ്റെ നിങ്ങൾ നോക്കൂ, നമ്മുടെ നമസ്കാരത്തിൻ്റെ 14 റുക്നുകളുണ്ടല്ലോ. ആ 14 റുക്നുകൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഏതാണ് എന്ന് പഠിക്കണം. അതിൻ്റെ 1-ാമത്തെ റുക്ന് ഞാൻ പറയാം. 1-ാമത്തേത് എന്താ? നീയത്ത് വേണം. 2-ാമത്തേത് പിന്നെ എന്ത് ചെയ്യണമെന്നറിയോ? തക്ബീറത്തുൽ ഇഹ്റാം. എന്താണ്? തക്ബീറത്തുൽ ഇഹ്റാം ഇല്ലാതെ നമസ്കാരം ശരിയാവൂല. എന്താ ഈ റുക്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് അറിയങ്ങൾ? റുക്ന് കൊണ്ട് അർത്ഥമാക്കുന്നത്, ഇപ്പോൾ വാജിബ് ഉണ്ടല്ലോ. വാജിബ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ അതിൻ്റെ അർത്ഥം? വാജിബ് ഇവിടെയുള്ള ആളുകൾ പറയൂ. വാജിബ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ മീനിങ്? പറയൂ. വാജിബിൻ്റെ അർത്ഥം എന്താണ്? പറയൂ. നിർബന്ധമായ കാര്യങ്ങൾ അല്ലേ? നമുക്ക് ഫർള് നമസ്കാരത്തിൽ ഒരു വാജിബ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അതെങ്ങനെയാണ് പരിഹരിക്കുക? അതിൻ്റെ സൊല്യൂഷൻ എന്താ? മറവിയുടെ സുജൂദ് ചെയ്താൽ മതി. മനസ്സിലാകുന്നുണ്ടോ? എക്സാമ്പിൾ, 4 റക്അത്തുള്ള ഒരു നമസ്കാരത്തിൻ്റെ പേര് പറയൂ. വെരി ഗുഡ്. ലോഹറിൻ്റെ 1-ാമത്തെ അത്തഹിയാത്ത് ഇമാമ മറന്നുപോയി.
അദ്ദേഹം എഴുന്നേറ്റ് മൂന്നാമത്തെ റക്അത്തിലേക്ക് പോയി. അങ്ങനെ പോയി. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന് അത്തഹിയ്യാത്തിരിക്കണോ? വേണ്ട. മറിച്ച് എന്ത് ചെയ്താൽ മതി? അവസാനത്തിലൊരു മറവിയുടെ സുജൂദ്, മറവിയുടെ 2 സുജൂദുകളാണ്, അത് നിർവഹിച്ചാൽ അത് പൂർത്തിയാകും, ആ നമസ്കാരം സ്വീകരിക്കപ്പെടും. എന്നാൽ റുക്കിന് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യൂല? ആ നമസ്കാരം ഒരിക്കലും ശരിയാവൂല. ആ റുക്കിന് ചെയ്താലേ നമസ്കാരം കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ തക്ബീറത്തുൽ ഇഹ്റാം നമസ്കാരത്തിൻ്റെ ഒരു റുക്കിനാണ്. ആ തക്ബീറത്തുൽ ഇഹ്റാം എന്നുള്ള ബോധത്തോടുകൂടെ, നെയ്യത്തോടുകൂടെ കൈകൾ ചെവികൾക്ക് നേരെ ഉയർത്തി നമ്മൾ തക്ബീർ കെട്ടിയാൽ മാത്രമേ നമ്മുടെ നമസ്കാരം ശരിയാവുള്ളൂ. റുക്കൂയിൽ പോയിട്ട് ഇമാമിൻ്റെ കൂടെ റക്അത്ത് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഓടിച്ചെന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കെട്ടിയാൽ, അങ്ങനെ കെട്ടുമ്പോൾ എന്താ നെയ്യത്ത് അറിയങ്ങൾ? റുക്കൂയിലേക്കുള്ള അല്ലാഹു അക്ബർ എന്ന ആളുകളുടെ നെയ്യത്ത്. അങ്ങനെയാകുമ്പോൾ അവനാ നമസ്കാരം ശരിയാവൂല. അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം, അത് വളരെ പ്രധാനമാണ്. ആ റുക്കൂയിലേക്ക് പോകുമ്പോഴുള്ള അല്ലാഹു അക്ബർ അല്ല തക്ബീറത്തുൽ ഇഹ്റാം. നമസ്കാരത്തിൻ്റെ ആരംഭത്തിലുള്ള തക്ബീറാണ് എന്നുള്ള നെയ്യത്തോടുകൂടെ തന്നെ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം. ശരി, അപ്പോൾ ഫാത്തിഹ ഓതിയാൽ തന്നെ ആ റക്അത്ത് കിട്ടുള്ളൂ നമ്മൾ മനസ്സിലാക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ പല ആളുകളും പറയും, അല്ലെങ്കിൽ പല ഗ്രന്ഥങ്ങളിലോ വീഡിയോയിലൊക്കെ നിങ്ങൾ കേൾക്കും. അതൊന്നും നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. അള്ളാൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നേതാവാരാ പറയൂ? പരിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം, അതിൻ്റെ പേര് സൂറത്തുൽ അഹ്സാബ് എന്ന, അതിൻ്റെ 21-ാമത്തെ ആയത്ത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ റസൂലുള്ള ചെയ്തതാണ് നമ്മൾ പിൻപറ്റേണ്ടത്, എന്നാലേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. അല്ലാതെ ഈ ഷാഫി മദ്ഹബിലുണ്ട്, ഹനഫി മദ്ഹബിലുണ്ട് എന്നല്ല നമ്മൾ നോക്കേണ്ടത്. ക്ലിയർ ആയല്ലോ ആ കാര്യം? അടുത്ത ഒരു ചോദ്യം, ഇതെന്തായിരുന്നു പോയല്ലോ. വലിയ അശുദ്ധിയുള്ള സമയത്ത് ഖുർആൻ പഠനത്തിന് വേണ്ടി ഖുർആൻ സ്പർശിക്കുന്നതിൻ്റെ വിധി, ഗ്ലൗസ് ഇടുന്നതിലെ യുക്തി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ വലിയ അശുദ്ധിയുള്ള സമയത്ത് ഖുർആൻ ഓതാം എന്നുള്ളതിൽ സംശയം വേണ്ട. അതായത് നിങ്ങൾ നോക്കൂ, വലിയ അശുദ്ധിയുള്ള സമയത്ത് പ്രത്യേകിച്ച് ഈ ആർത്തവകാരികളായിട്ടുള്ള സഹോദരിമാർ, ആ ഘട്ടത്തിൽ എന്താണ് പാടില്ല എന്ന് പറയുന്നത്? ഒന്ന്, തവാഫ് പാടില്ല. കഅബാലയത്തെ ചുറ്റുന്നതിനാണെന്ന് പറയുക തവാഫ് എന്ന് പറയുക. ആ തവാഫ് ചെയ്യാൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞത്. പിന്നെ മറ്റൊന്ന്, നമസ്കരിക്കാൻ പാടില്ല. എന്താണ് നമസ്കാരം പാടില്ല? നോമ്പ് നോക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഇബാദത്തുമായി ബന്ധപ്പെട്ട് സംഗതികൾ. ഖുർആൻ ഓതാൻ പാടില്ല എന്നോ ഖുർആൻ സ്പർശിക്കാൻ പാടില്ല എന്നോ 6236 അല്ലെങ്കിൽ 239 വചനങ്ങളുണ്ട് എന്നാണല്ലോ പരിശുദ്ധ ഖുർആനിൽ എവിടെയും പറയുന്നില്ല. ഈ സമയത്ത്, പീരിയഡ്സിൻ്റെ സമയത്ത് ഖുർആൻ ഓതാൻ പാടില്ല എന്നോ ഖുർആൻ സ്പർശിക്കാൻ പാടില്ല എന്നോ ഖുർആനിൽ എവിടെയും പറയുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുന്ന ആളുകൾ അവർ പിന്നെ എന്താണ് ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഖുർആൻ പാരായണം ചെയ്യരുത് എന്നോ അത് സ്പർശിക്കരുത് എന്നോ എവിടെയും ഖുർആൻ പറയുന്നില്ല. ഹദീസിൽ പറയുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ ആ ഹദീസുകൾ എന്താണ്? ദുർബലമാണ്, ലൈഫാണ്, സ്വീകരിക്കാൻ കൊള്ളാത്തതാണ്. അതുകൊണ്ട് ഇമാം നവവി, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരാളെ? വലിയ പണ്ഡിതനായിരുന്നു ഇമാം നവവി റഹിമഹുല്ല. അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്, മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറയാൻ, അദ്ദേഹത്തിൻ്റെ അൽ മജ്മൂ ഷറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ്, വന്നളുറു ഫിൽ മുസ്ഹഫി, ഈ സമയത്ത്, അതായത് പീരിയഡ്സിൻ്റെ സമയത്ത് മുസ്ഹഫിൽ നോക്കുക എന്നുള്ളത്, വ ഇംറാറു മാ ഫീഹി ഫിൽ ഖൽബി, ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് ആ ആയത്തുകളിലൂടെ, സൂറത്തുകളിലൂടെ ഇങ്ങനെ കണ്ണോടിച്ചുകൊണ്ട് അത് പാരായണം ചെയ്യുന്നത്, ഫജായിസുൻ, അത് അനുവദനീയമാണ്, ബിലാ ഖിലാഫ്, ഒരു അഭിപ്രായ വ്യത്യാസവും അതിനകത്തില്ല എന്നുള്ളതാണ്. ഇതാര് പറയുന്നതാ?
ഷാഫി മദ്ഹബിലെ രണ്ടാം ഷാഫി എന്ന് പറയുന്ന വലിയ പണ്ഡിതനായിട്ടുള്ള മഹാനായ ഇമാം നബവി റഹിമഹുള്ള പറയാൻ കേൾക്കണം. ഇനി തമാമുൽ മിന്ന എന്ന് പറയുന്ന കിതാബിൽ ആധുനിക പണ്ഡിതനായിരുന്ന ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല അദ്ദേഹം പറയാൻ, ബൽ ദഹബ ഷെയ്ഖു അൽ അൽബാനിയു, ഇമാം ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഇലാ ജവാസി മസ്സിൽ മുസ്ഹഫി ലിൽ ഹായിലി, ആർത്തവകാരിക്ക് മുസ്ഹഫ് സ്പർശനം നടത്താം, അത് അനുവദനീയമാണ് എന്ന് ആരഭിപ്രായപ്പെട്ടിട്ടുണ്ട്? ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കണം, ലിഅന്ന ഉംദത്തത് തഹ്രീമി, അത് ഹറാമാണ് എന്ന് പറയാൻ മുഖ്യമായ കാരണം ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരു വചനമാണ്. അതെന്താ? ലാ യമസ്സുൽ ഖുർആന ഇല്ലാ ത്വാഹിറുൻ, ശുദ്ധിയുള്ളവനല്ലാതെ ഖുർആനിനെ സ്പർശിക്കരുത് എന്നുള്ള ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർത്തവകാരികൾ ഇത് സ്പർശിക്കരുത് എന്ന് പല ആളുകളും പറയുന്നത്. പക്ഷേ ആ ഹദീസിന്റെ അർത്ഥം എന്താണ്? വദക്കറ ഷൈഖുൽ അൽബാനിയു അന്നൽ മുറാദ ബിത്താഹിരി ഫി ഹാദൽ ഹദീസി ഹുവൽ മുഅ്മിനു സവാഉൻ അകാന മുഹദിസൻ ഹദസൻ അക്ബർ ഔ ഹദസൻ അസ്ഗർ ഔ ഹായില. അതായത് ഞാൻ ദീർഘമായി വായിക്കല്ല, ഇതിൻ്റെ ചുരുക്കം, ഈ വായിച്ചതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇവിടെ മുഅ്മിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വാഹിർ ശുദ്ധിയുള്ളവെന്ന് പറഞ്ഞാൽ എന്താ? സത്യവിശ്വാസി എന്നാണ് അർത്ഥം. ആ സത്യവിശ്വാസി ആരാണ്? അന്നൽ മുറാദ ബി ത്വാഹിർ, ത്വാഹിർ കൊണ്ട് ഉദ്ദേശം ത്വാഹിർ ആയവനെ ഖുർആൻ സ്പർശിക്കാൻ പാടുള്ളൂ എന്നാണല്ലോ ഹദീസിൽ വന്നത്. അതുകൊണ്ടുള്ള വിവക്ഷ ഫി ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ ഹുവൽ മുഅ്മിനു, അവൻ മുഅ്മിനാൻ, മുഅ്മിന് സ്പർശിക്കാം എന്നുള്ളതാണ്. സവാഉൻ അകാന മുഹദിസൻ ഹദസൻ അക്ബർ, അവന് വലിയ അശുദ്ധിയുള്ളവനാകട്ടെ, ഔ ഹദസൻ അസ്ഗർ, ചെറിയ അശുദ്ധിയുള്ളവനാകട്ടെ, അവന് ഖുർആൻ സ്പർശിക്കാം. ഔ ഹായില, ആർത്തവകാരിക്കും സ്പർശിക്കാം. ഇതാര് പറഞ്ഞതാ? ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല പറഞ്ഞതാ. ഏത് കിതാബിലാ പറഞ്ഞിട്ടുള്ളത്? തമാമുൽ മിന്ന എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ആധുനിക പണ്ഡിതനായിട്ടുള്ള സ്വാലിഹൽ മുനജ്ജിദ് പറയുന്നു, വദഹബ ബഅദു അഹ്ലിൽ ഇൽമി ഇലാ ജവാസി ഖിറാഅത്തിൽ ഹായിദ് ലിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യൽ ആർത്തവകാരിക്ക് അനുവദനീയമാണ് എന്ന് വിജ്ഞാന ലോകത്തെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വഹുവ മദ്ഹബു മാലിക്, അത് ഇമാം മാലിക്കിൻ്റെ അഭിപ്രായമാണ്. വരിവായത്തുൻ അൻ അഹ്മദ്, ഇമാം അഹ്മദിൻ്റെയും അഭിപ്രായമാണ്. ഇഖ്താറഹ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയും അതാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. വറജ്ജഹു ഷൗക്കാനി റഹിമഹുല്ലയും അതാണ് അവലംബിച്ചിട്ടുള്ളത്. അപ്പോൾ ഒട്ടനവധി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് സ്പർശിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഗൾഫിൽ ചില പണ്ഡിതന്മാർ പറയുന്നത് ഗ്ലൗസൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ടവല് കെട്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു തുണിക്കഷ്ണം കയ്യിൽ ചുറ്റിയത് സ്പർശിക്കാമെന്നാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ യുക്തിരഹിതമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. അങ്ങനെയൊന്നും അള്ള പറഞ്ഞിട്ടില്ല, റസൂലുള്ള പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഹദീസിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ കയ്യിൽ ഗ്ലൗസ് ധരിച്ച് ടവല് ചുറ്റിയിട്ട് ഈ മുസാഫ് സ്പർശിക്കാൻ പാടൂ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളെന്തിനാ സ്വീകരിക്കുന്നത്? എന്ന് മാത്രമല്ല, അങ്ങനെ അവർക്ക് സ്പർശിക്കാം എന്ന് നമ്മളിവിടെ വായിക്കണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ക്ലിയറായി കാണും എന്ന് ഞാൻ വിചാരിക്കട്ടെ. അടുത്തതായ ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം. ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്റിൻ്റെ പ്രാധാന്യങ്ങൾ പറഞ്ഞു അല്ലേ? എന്താ പറഞ്ഞത്? ഒരു ദിവസം 100 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ കടലിലെ നുരയോളം ചെറിയ പാപങ്ങളുണ്ടെങ്കിലും, വലിയ പാപങ്ങൾ നമ്മൾ തൗബ ചെയ്താലേ അല്ല പുറത്തു തരുള്ളൂ. കടലിലെ നുരയോളം ചെറിയ പാപങ്ങളുണ്ടെങ്കിലും അതുകൊണ്ട് പുറത്തു കിട്ടുമെന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസ് വായിച്ചിട്ട് നമ്മൾ പറയേണ്ടായി, പ്രഭാതത്തിലും വൈകുന്നേരവും 100 തവണ വീതം സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും ശ്രേഷ്ഠവാനായിട്ടാണ് അവർ വരിക എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ കുട്ടി ചോദിക്കുന്നത് സുബ്ഹാനല്ലാഹിൽ അലീം എന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം ഉണ്ട് എന്നുള്ളതാണ്. അത് ബുഖാരിയിൽ തന്നെ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് ദിക്റുകൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് ചൊല്ലാം. ഒരുപാട് ദിക്റുകളുണ്ട്.
ബുഖാരിയുടെ അവസാനത്തെ ദിക്ർ എന്താ പറയുക നിങ്ങൾ? അല്ല, ബുഖാരിയുടെ അവസാനത്തെ ഹദീസ് ഇതാണ്. ആ ഹദീസ് എന്ന് പറയുന്നത് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ. കലിമതാൻ എന്താ അർത്ഥം? രണ്ട് വാക്കുകൾ. ഖഫീഫതാൻ അവ രണ്ടും ലഘുവാണ്. അലൽ ലിസാൻ നാവിന് ഉച്ചരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. സഖീലതാനി ഫിൽ മീസാൻ അത് നമ്മുടെ നന്മയുടെ തുലാസിൽ ഘനം തൂങ്ങും. ഹബീബതാനി ഇലർ റഹ്മാൻ അത് പരിശുദ്ധനായ റബ്ബിനേറെ ഇഷ്ടമുള്ളതാണ്. എന്താണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഏതാണ്? പറയൂ. ഇപ്പം രണ്ട് ദിക്റുകൾ പറഞ്ഞു, ഒന്ന് പറഞ്ഞാട്ടെ, എല്ലാവരും പറയൂ. നമ്മുടെ പെൺകുട്ടികളും പറയൂ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി പറയൂ. ശബ്ദം പോരല്ലേ? നിങ്ങൾ രാവിലെ ചായ ഒന്നും കഴിച്ചിട്ടില്ലേ? എല്ലാവരും പറഞ്ഞോളൂ. ഇത് എന്താ കേട്ട് കേൾവിയോ കള്ള ഹദീസൊന്നുമല്ല. ശുദ്ധമായ പ്യുവർ സ്വർണ്ണം എന്നൊക്കെ നമ്മൾ പറയില്ലേ, തങ്കം എന്ന് പറയുന്ന പോലെ സ്വഹീഹുൽ ബുഖാരിയുടെ 6682 വചനം, സഹീഹ് മുസ്ലിമിലെ 2694 വചനം, അതായത് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള വചനമാണ്. ഈ വചനത്തിലാണ് പറയുന്നത് ഈ കുട്ടി ചോദിച്ച ചോദ്യം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അതിൻ്റെ പ്രത്യേകത എന്താണ്? തുലാസിൽ ഘനം തൂങ്ങുന്ന. ഏത് തുലാസിൽ? നമ്മൾ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾക്ക് എന്ത് ചെയ്യും? അല്ലാഹു തആല വിചാരണ ചെയ്യും, തൂക്കുമല്ലേ? അങ്ങനെ തൂക്കുമ്പോൾ നന്മയുടെ തുലാസിൽ ഘനം തൂങ്ങുന്ന അമലാണെന്ത്? എന്താ പറയൂ? അപ്പോൾ ഘനം തൂങ്ങുന്ന അമലാണ് ഈ ദിക്ർ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ചൊല്ലും കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങളുടെ മാതാപിതാക്കളോട് ഇത് പറയണമെന്ന്. എന്ത് പറയണമെന്ന്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ റഹീം സാഹിബ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അറിയോ, എല്ലാ ദിവസവും വൈകുന്നേരമായി കഴിഞ്ഞാൽ മൈക്കിന് മുമ്പിൽ ആളുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് സുബ്ഹാനല്ലാഹിൽ അലീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊക്കെ ഇങ്ങനെ ചൊല്ലുന്നത് അത് ശരിയാണോ എന്നുള്ളതാണ്. നോക്കൂ, ഈ ദിക്റുകളൊക്കെ ചൊല്ലേണ്ടത് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ നബി ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക, മറ്റുള്ള ആളുകൾ ഏറ്റു ചൊല്ലുക, ആ രീതിയിലായിരുന്നില്ല. ഇത് ഓരോ ആളുകളും വ്യക്തിപരമായി ചൊല്ലേണ്ടതാണ്. മനസ്സിലാകുന്നുണ്ടോ? അതല്ലാതെ മൈക്കിൻ്റെ മുമ്പിലിരുന്ന് എല്ലാവരും ഒന്നിച്ചിങ്ങനെ ആടി ചൊല്ലേണ്ടതല്ല. ദിക്റുകൾ ആടി ചൊല്ലുന്നത് സൂഫി ത്വരീഖ രീതിയാണ്. നമ്മളെന്ത് ചെയ്യുക? വ്യക്തിപരമായിട്ട് ഇതൊരു ഇബാദത്താണ് എന്നുള്ള നിയ്യത്തോടു കൂടിയാണ് ചൊല്ലേണ്ടത്. അല്ലാതെ കൂട്ടം കൂടി ആടി ചൊല്ലുക എന്നുള്ളത് എന്താണ്? അനാചാരമാണ്, ബിദ്അത്താണ്. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ് ചൊല്ലേണ്ടത്? ആടാതെ ചൊല്ലുക. പിന്നെ ഒന്നിച്ചല്ല ചൊല്ലേണ്ടത്, ഒറ്റക്കാണ് ചൊല്ലേണ്ടത്, വ്യക്തിപരമായിട്ടാണ് ചൊല്ലേണ്ടത് എന്നാണ് ഉണർത്തുവാനുള്ളത്. അവിടുന്ന് വന്നിട്ടുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സുന്നത്ത് നമസ്കരിക്കുമ്പോൾ രണ്ട് നെയ്യത്ത്, അതായത് ഇപ്പോൾ തഹിയ്യത്ത് എന്നുള്ള നെയ്യത്തും സുബഹിൻ്റെ സുന്നത്ത് എന്നുള്ള നെയ്യത്തും, ഈ ഒരു നമസ്കാരവും രണ്ട് നെയ്യത്തും അത് പാടുണ്ടോ എന്നാണ്. ഉത്തരം പാടില്ല എന്നാണ്. കാരണം നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? സമയമുണ്ടെങ്കിൽ രണ്ടും വെവ്വേറെ നമസ്കരിക്കുക, സമയമില്ലെങ്കിൽ എന്താണ്? സുബഹിൻ്റെ സുന്നത്ത് മാത്രം നമസ്കരിക്കുക. കാരണം പ്രതിഫലം വെച്ച് നോക്കുമ്പോൾ സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്താണ് ഏറ്റവും ഉന്നതമായ പ്രതിഫലമുള്ളത്. എന്താ അതിൻ്റെ പ്രതിഫലം പറഞ്ഞത്? പറയാം. ദുനിയാവും അതിനകത്തുള്ളതും നിങ്ങൾക്ക് കിട്ടുന്ന. അപ്പോൾ ഈ തഹയ്യത്താണെങ്കിൽ ഇരിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കണമെന്നാണ്. അപ്പോൾ ഈ 2 റക്അത്ത് നമ്മൾ നമസ്കരിച്ച് കഴിഞ്ഞാൽ തഹയ്യത്തിൻ്റെ ആ ഒരു ലക്ഷ്യം എന്താ അറിയോ? ഇരിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ കയറിയാൽ, പള്ളിയിൽ പ്രവേശിച്ചാൽ ഇരിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കണം. അപ്പോൾ ഈ റവാത്തിബ് സുന്നത്ത് 2 റക്അത്ത് നമസ്കരിച്ചാൽ തന്നെ തഹിയ്യത്തിൻ്റെ ആ ലക്ഷ്യം അവിടെ പൂർത്തീകരിക്കപ്പെട്ടു. അതല്ലാതെ എല്ലാ കൂലിയും കിട്ടുന്നല്ല. ഇപ്പോൾ ഒരാൾക്ക് റമദാനിൽ നോമ്പുണ്ട്, നോറ്റ് വീട്ടാനുണ്ട്, എത്രയോ സഹോദരിമാർക്ക് നോമ്പ് വീട്ടാണ്ടാവും. അപ്പോൾ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ്, അല്ലെങ്കിൽ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ്. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? ഈ നോറ്റ് വീട്ടാനുള്ള നോമ്പ് എന്നുള്ള നിയ്യത്തും വ്യാഴാഴ്ച സുന്നത്ത് എന്നുള്ള നിയ്യത്തും ഇത് രണ്ടും വെച്ച് നോക്കും. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയാറില്ലേ?
അത് പറ്റൂല. രണ്ടിനും വെവ്വേറെ നിയ്യത്ത് തന്നെ വേണം. രണ്ടും സെപ്പറേറ്റായിട്ട് എന്ത് ചെയ്യണം, അത് അനുഷ്ഠിക്കണം എന്നുള്ളതാണ്. അതാണ് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ, നോമ്പിൻ്റെ വിഷയത്തിൽ നമ്മൾ പാലിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? നല്ലൊരു ചോദ്യം വന്നിട്ടുണ്ട്, അത് പോയല്ലോ. ഫർള് നമസ്കാര ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിക്കണോ എന്നുള്ളതാണ്. നോക്കൂ, കൈ ഉയർത്തി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പ്രാർത്ഥനകളുടെ മര്യാദകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഒരു ഇമാം തിർമിദി ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ഹയ്യുൻ കരീമുന്ന, അതായത് അല്ലാഹു തആല ആദരണീയനാണ്, അതുപോലെ തന്നെ ലജ്ജാലുവാണെന്ന. ഒരു മനുഷ്യൻ കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല അത് പൂജ്യമാക്കിയിട്ട് അത് സ്വീകരിക്കാതെ വിടുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എന്ത്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെ മര്യാദ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥനയുടെ മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹംദ് ചെയ്യണം, സ്വലാത്ത് ചൊല്ലണം എന്നതുപോലെ നമ്മൾ കൈ ഉയർത്തുക, കിബിലക്ക് നേരെ തിരിയുക, അതുപോലെ പ്രാർത്ഥിക്കാൻ ഉചിതമായ സമയങ്ങളുണ്ട്. അപ്പോൾ എന്നതുപോലെ നമ്മൾ കൈ ഉയർത്തുക. കൈ ഉയർത്തരുത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, സ്വഹീഹുൽ ബുഖാരിയുടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി പ്രാർത്ഥിച്ച പല സന്ദർഭങ്ങളും അതിൽ കാണാം. അതുകൊണ്ടാണ് ഇമാം തിർമിദിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായിട്ടുള്ള തുഹ്ഫത്തുൽ അഹ്വദി എന്ന് പറയുന്ന കിതാബിൽ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്, നമുക്ക് പ്രാർത്ഥനയുടെ വേളയിൽ എന്ത് ചെയ്യാം, കൈ ഉയർത്താം എന്നുള്ളതാണ്. അതാണ് ഉത്തരം കിട്ടാൻ കൂടുതൽ ആക്കം കൂട്ടുക. അപ്പോൾ കൈ ഉയർത്താൻ പാടില്ല എന്നിപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്. അതൊക്കെ ഗൾഫ് സലഫിസത്തിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ്. അത് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. കൈ ഉയർത്താം, അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അങ്ങനെ കൈ ഉയർത്തിയാൽ അള്ളാഹു തആല അത് സ്വീകരിക്കും എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. മരണശേഷം അവയവദാനം പാടുണ്ടോ? അവയവദാനം തീർച്ചയായിട്ടും. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരിച്ച ഉടനെ അയാളുടെ അവയവങ്ങൾ മറ്റൊരാൾക്ക് ദാനം ചെയ്യാമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനുള്ള ഉത്തരം, പ്രത്യേകിച്ച് ഈ മയ്യത്ത് ഈ ആൾ മരിക്കുന്നതിന് മുമ്പ് പിന്നെ അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മയ്യത്തിൻ്റെ ബന്ധുക്കളായ ആളുകൾ അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാൾക്ക് അത് ഉപയോഗപ്പെടുമെങ്കിൽ ദാനം ചെയ്യാം എന്നുള്ളതാണ്. അതിനെന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ, സൂറത്തു മാഇദയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വമൻ ഖതല നഫ്സൻ, ഒരു നഫ്സിനെ ആരെങ്കിലും കൊന്നാൽ, ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, അവന് മുഴുവൻ ആളുകളെയും കൊന്നവനെ പോലെയാണ്. അതുപോലെ വമൻ അഹ്യ അന്നാസ്, അതായത് ഒരു ജനങ്ങളെ ജീവിപ്പിച്ചാൽ എന്ന് പറഞ്ഞിട്ട് തൊട്ട് ശേഷം പറയുന്നുണ്ട്. അതിൽ എന്താണ്, വലിയ പുണ്യാണ്. അപ്പോൾ ഒരാളെ ജീവിപ്പിക്കുക, ഒരാളുടെ ജീവൻ നിലനിർത്തുക നമ്മൾ കാരണം. ഇപ്പോൾ ഒരാൾ മരിച്ചു ഉടനെ അയാളുടെ ഹൃദയം മറ്റൊരാൾക്ക് ഫിറ്റാക്കി അയാളുടെ ജീവൻ നിലനിർത്താൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പാടുണ്ട്, അത് നന്മയാണ്, പുണ്യകരമാണ് എന്നുള്ളതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ മരണാനന്തരം അവയവദാനം തീർച്ചയായും പാടുണ്ട്. ജീവിക്കുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ജീവിക്കുന്ന ഒരാൾ ചെയ്യാൻ പറ്റുമോ? ഇവിടെ ചോദ്യം മരിച്ച ആളെക്കുറിച്ചാണ്. ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് അയാൾ നൽകുമ്പോൾ അയാളുടെ ജീവന് ഭീഷണിയാൻ പാടില്ല. അയാളുടെ ജീവൻ നിലനിൽക്കുമെങ്കിൽ, അയാളുടെ ആരോഗ്യത്തിന് വലിയ പ്രശ്നമില്ല എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ദാനം ചെയ്യാം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒരു ചോദ്യം, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി മുടി മുറിച്ചു കൊടുക്കാമോ? ഇപ്പോൾ ചില ആളുകൾ, പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ, മുടിയൊക്കെ വളർത്തിയിട്ട് ഈ ക്യാൻസർ രോഗികൾക്ക് റേഡിയേഷൻ നടത്തി കഴിഞ്ഞാൽ തലയിൽ ഇങ്ങനെ മുട്ടയടിച്ച പോലെ ആയിരിക്കും. അപ്പോൾ അവർക്ക് മുടി ദാനം ചെയ്യാമോ എന്നാണ്. തീർച്ചയായിട്ടും മുടി ദാനം ചെയ്യാം, അതൊക്കെ നല്ലതാണ്. കാരണം ക്യാൻസർ രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മനോസംഘർഷങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരാൾ കുറച്ച് മുടി കൊടുത്താൽ തലയിൽ മുടി അങ്ങനെ പ്ലാന്റ് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് സന്തോഷമായിരിക്കും. അതൊന്നും മതം എതിർക്കുന്ന കാര്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്നറിയോ, മുടി കൂട്ടിച്ചേർക്കുന്നവളെയും അതിനാവശ്യപ്പെടുന്നവളെയും ഒക്കെ ശപിച്ചു എന്ന് പറഞ്ഞിട്ട്.
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെ വഞ്ചിക്കുവാനും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള സൗന്ദര്യത്തിൻ്റെ ആ ഒരു ആസക്തി കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെയൊക്കെയാണ് ശപിച്ചിട്ടുള്ളത്. ഇത് രോഗികളായ ആളുകൾ അവരുടെ ഐബ്, അവരുടെ ന്യൂനത, അവരുടെ ഒരു അരോചകമായിട്ടുള്ള അവസ്ഥ അത് മാറ്റുന്നതിന് ഇങ്ങനെ വെക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതാണ്. ഫാത്തിഹയുടെ അവസാനത്തിൽ ആമീൻ ഉറക്കപ്പറയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പറ്റുമോ എന്നാ? തീർച്ചയായിട്ടും പറ്റും. അത് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇമാം വലദ്വാലീൻ എന്ന് പറഞ്ഞാൽ ഫഖൂലു ആമീൻ, നിങ്ങൾ എന്ത് ചെയ്യണം? ആമീൻ എന്ന് പറയണം. അപ്പം സ്ത്രീകൾ പറയാൻ പാടില്ല എന്നൊന്നും ആര് പറഞ്ഞിട്ടില്ല? നബി പറഞ്ഞിട്ടില്ല. സ്ത്രീകൾ എന്ത് ചെയ്യുക? അവർ ഒരു മിതമായ ശബ്ദത്തിൽ പറയുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്ന് മാത്രമല്ല, ഇമാം ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ മൗമീങ്ങൾ ആമീൻ പറയുമ്പോൾ മലായിക്കത്തുകളുടെ ആമീനും ചേർന്ന് വന്നാൽ പാപങ്ങൾ, മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. ബാത്റൂമിൽ നിന്ന് വുളൂ ചെയ്യാമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. നമ്മൾ വുളൂ ചെയ്യുക എന്നുള്ളത് ഒരു ഇബാദത്താണ്. വുളൂവിനെ കുറിച്ചുള്ള ആയത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്. ഏത് അധ്യായത്തിലാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹകും. ഏത് സൂറത്തിലാണ്? വെരി ഗുഡ്. അപ്പോൾ അതൊരു ഇബാദത്താണ്. വുളു ചെയ്താലുണ്ടല്ലോ, വുളു ചെയ്താൽ നമ്മളെ കൈകൾ കഴുകുമ്പോൾ കൈ കൊണ്ട് ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടും. മുഖം കഴുകുമ്പോൾ മുഖം കൊണ്ട് ചെയ്ത ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടും. കാല് കഴുകുമ്പോൾ കാല് കൊണ്ട് ചെയ്തിട്ടുള്ള ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടും. വുളുവിന് ശേഷം നമ്മൾ എന്താ പ്രാർത്ഥിക്കുക? പറയൂ. ആ സഹീഹ് മുസ്ലിമിൽ എന്തേ വന്നിട്ടുള്ളൂ? നിങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളുണ്ട്. അതിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ, ഗേറ്റിലൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നുള്ളതാണ്. ചോദ്യം എന്തായിരുന്നു? അല്ല അല്ല അത് അത്രയേ ഉള്ളൂ. പറയണം. അല്ല ഇതെന്തോ ചോദ്യം? അല്ല ബാത്റൂമിൽ നിന്ന് വുളൂ ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ വുളൂ എന്നുള്ളത് ഇബാദത്താണ്. ആ ഇബാദത്ത് നമ്മൾ എന്ത് ചെയ്യണം? അച്ചടക്കത്തോടുകൂടെ ശരിക്ക് കൈയൊക്കെ ഇവിടെ നനഞ്ഞിട്ടുണ്ടോ, കാലിൻ്റെ മടമ്പ് നനഞ്ഞിട്ടുണ്ടോ, തല ശരിക്ക് തലയിൽ തടവണം. മനസ്സിലാകുന്നുണ്ടോ? വംസഹൂ ബിറൂസിക്കുന്ന തല നിങ്ങൾ തടവണമെന്നാ. അപ്പോൾ ഈ നെറ്റിയിൽ തടവിയാൽ പോരാ, അതൊക്കെ ശരിക്കും മനസ്സിലാക്കുക. അപ്പോൾ ആ ഇബാദത്ത് ചെയ്യണം, ശരിക്കും ചെയ്യണം. ബാത്റൂമിൽ ചെയ്യുക എന്ന് പറയുമ്പോഴേ നമ്മൾ പിന്നെ പുറത്ത് സൗകര്യമില്ലെങ്കിൽ നമുക്ക് ബാത്റൂമിൽ ചെയ്യാം. പ്രത്യേകിച്ച് ചില ബാത്റൂം നിങ്ങൾ കണ്ടില്ലേ, പിന്നെ വിശാലമായിരിക്കും, 3-in-1 എന്ന് പറഞ്ഞിട്ട്. അതായത് പിന്നെ ഒരു ബാത്റൂമിൽ ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാകും, കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാകും, വുളൂ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. 3 കാര്യങ്ങൾ ഒരു ബാത്റൂമിൽ ചെയ്യാം, ഒരു റൂമിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് വുളൂ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല എന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് വുളുവിന് ശേഷമുള്ള ഈ പ്രാർത്ഥന, അതുപോലെ തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ബിസ്മി എന്ത് ചെയ്യണം? വുളൂ ചെയ്യുമ്പോൾ തുടക്കത്തിൽ എന്താ വേണ്ടത്? അതൊക്കെ വേണം. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ വെച്ച് ചൊല്ലുന്നതിന് വിരോധമല്ല എന്നാണ് പറയാനുള്ളത്. മ്യൂസിക് ഹറാമാണോ അല്ലേ? മ്യൂസിക് 2 മ്യൂസിക് അതെ. മ്യൂസിക് ഹറാമാണോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. പ്രിയമുള്ളവരെ, നമ്മളെന്താ അറിയോ, നിങ്ങൾ കത്തി കണ്ടിട്ടുണ്ടോ? കത്തി അതല്ലെങ്കിൽ ഒരു TV അല്ലെങ്കിൽ ഒരു ഫോണ്, അത് ഹറാമാണോ ഹറാമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ, TV-യിൽ നമ്മൾ ഇപ്പോൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം കാണുക, അല്ലെങ്കിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം കാണുക. അപ്പോൾ അതെന്താണ്? അത് അനുവദനീയമാണ്. പിന്നെ ചിലപ്പോൾ പുണ്യകരമായിരിക്കും, കാരണം നല്ല നല്ല കാര്യങ്ങളാണ് കേൾക്കുന്നത്. വേറൊരു പ്രോഗ്രാം മാതാപിതാക്കളെ ബഹുമാനിക്കണം, കുടുംബബന്ധം പാലിക്കണം, ഇതൊക്കെ പറയുന്ന ഒരു സംഗതിയാണ്. അത് പ്രഭാഷണമായിക്കൊള്ളുന്നില്ല, വേറെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റോ എന്തെങ്കിലും ആവട്ടെ, ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ചെറിയ ഫിലിം എന്നൊക്കെ പറയില്ലേ, അതാവട്ടെ, അതെന്താണ്? നമുക്ക് അനുവദനീയമാണ്. എന്നാൽ ഈ TV-യിൽ നമ്മൾ പിന്നെ കാണാൻ പാടില്ലാത്ത രംഗങ്ങൾ കാണുകയാണ്.
അപ്പോൾ അതെന്താണ്, ഹറാമാകും. അപ്പോൾ ടി വിയിൽ എന്തുണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഹലാലായതും ഹറാമായതുമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? കത്തി, അതുകൊണ്ട് നമ്മൾ മാംസം അരിഞ്ഞ് അല്ലെങ്കിൽ മുറിച്ച് കറി വെക്കാൻ, പച്ചക്കറി അരിയാൻ, അതെന്താണ്, ഇസ്ലാം അനുവദിച്ചുള്ളതാണ്. എന്നാൽ ആ കത്തി കൊണ്ട് ഒരാളെ കുത്താൻ പറ്റുമോ? അപ്പോൾ എന്താണ്, നിഷിദ്ധമാണ്. എന്നതുപോലെ മ്യൂസിക് എന്ന് പറയുമ്പോൾ മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടെ അള്ളാഹിനെ കുറിച്ചുള്ളൊരു പാട്ട്, അല്ലെങ്കിൽ കഅബാലയത്തെക്കുറിച്ചുള്ളൊരു പാട്ട്, അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചൊരു പാട്ട്. മരണത്തെക്കുറിച്ച് പാട്ട് കേട്ടിരുന്നോ നിങ്ങൾ? ഇല്ലെങ്കിൽ കേൾക്കണം, ഞാൻ പാടുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഗാനങ്ങളൊക്കെ ഒരു മ്യൂസിക്കിൻ്റെ അകമ്പടിയോട് കൂടെ വെച്ചാൽ അതൊരിക്കലും ഹറാമല്ല. കാരണം എന്താണ്, മ്യൂസിക് ഹറാമാണെന്ന് ഖുർആനിലില്ല. ഖുർആനിൽ ഇല്ല. സൂറത്തുൽ ലുഖ്മാനിൽ ഒരു ആയത്തുണ്ട്. ആ ആയത്തിൽ ലഹുവുൽ ഹദീസ് എന്നാണ് പ്രയോഗിച്ചുള്ളത്, വിനോദ വാർത്ത എന്നാണ് പ്രയോഗിച്ചുള്ളത്. ആ വിനോദ വാർത്ത എന്നുള്ളതിന് പിന്നെ ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മ്യൂസിക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല. മ്യൂസിക്കിന് അറബിയിൽ പറയുക മ്യൂസിക്കി എന്നാണ് പറയുക. അങ്ങനെ ഒരു പദം തന്നെ ഖുർആനിലോ ഹദീസിലോ ഇല്ല. പിന്നെ ഹദീസിൽ വന്നിട്ടുള്ള ചില പദപ്രയോഗങ്ങളുണ്ട്, അതൊന്നും കൃത്യമായിട്ട് പ്രബലമായി വന്നതല്ല, ദുർബലമായ സംഭവങ്ങളാണ്. അവ ചുരുക്കത്തിൽ പറയാനുള്ള മ്യൂസിക് ഹറാമാകും എപ്പോഴാണെന്നറിയാം, ശരിക്ക് ഡ്രസ്സ് ധരിക്കാതെ അന്യ സ്ത്രീ പുരുഷന്മാരൊക്കെ ഒരുമിച്ചുകൂടി ആടിപ്പാടി അങ്ങനെയുള്ള മ്യൂസിക് ഉണ്ടല്ലോ, ആ പ്രോഗ്രാമുകൾ നിഷിദ്ധമാണ്. എന്ന് മാത്രമല്ല, ഇനി അതൊന്നുമില്ല, ഒരാൾ നല്ല ഡ്രസ്സ് ഇട്ടു, നല്ല പർദ്ദയും മഫ്തിയൊക്കെ ഇട്ടിട്ട് ഒരു പെൺകുട്ടി പാട്ട് പാടുകയാണ്, മ്യൂസിക് ഉണ്ട്, പക്ഷേ ആ പാട്ടിൻ്റെ ഉള്ളടക്കം എന്താണ്, മറ്റുള്ള അശ്ലീലം നിറഞ്ഞിട്ടുള്ള പാട്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ടുള്ള പാട്ടാണ്. അങ്ങനെയുള്ള മ്യൂസിക്കും എന്താണ്, ഹറാമ് തന്നെയാണ്. മനസ്സിലാകണം. അതേ അവസരത്തിൽ നന്മകൾ കണ്ടൻ്റായിട്ടുള്ള സംഭവങ്ങൾ എന്താണ്, അതിന് അല്പം മ്യൂസിക് ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അത് കുഴപ്പമില്ല, അത് ഹലാലാണ്, അനുവദനീയമാണ്. ഹറാമാക്കാനും ഹലാലാക്കാനും ആർക്കാണ് അവകാശമുള്ളത്? അള്ളാഹ്ക്ക് മാത്രം. അപ്പോൾ നിങ്ങൾ ടൂർ പോകാറുണ്ടോ? ഓക്കെ. ഈ ടൂർ പോകുമ്പോൾ ഇപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലൊരു നിയമമുണ്ട്. എന്താ പറയുക, ഒരു സ്ത്രീ ഇങ്ങനെ ഒറ്റക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് അവൾക്ക് എന്ത് ചെയ്യണം, പിന്നെ ഒരു രക്ഷിതാവ് വേണം എന്നുള്ളതാണ്. മഹ്റം എന്ന് പറയും. മഹ്റം എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആൾ. ഇപ്പോൾ വാപ്പ, അല്ലെങ്കിൽ പിന്നെ ആങ്ങള, സഹോദരൻ, അവരൊക്കെ ഉണ്ടാകുകയാണ് നല്ലത്. പക്ഷേ നമ്മളൊരു സ്ഥാപനത്തിൽ നിന്ന് ടൂറൊക്കെ പോകുമ്പോഴേ, ഇപ്പോൾ പെൺകുട്ടികൾ മാത്രമുള്ള ഒരു ടൂറാണെങ്കിൽ അതിൽ പോകുന്നതിന് ഒരു വിരോധമില്ല, അത് പ്രശ്നമല്ല. കാരണം എന്താണ്, നമ്മൾ എന്താണെന്നറിയെങ്കിൽ ഏറ്റവും വലിയ ഒറ്റ ഷർത്ത് എന്താ അറിയുക, മഹ്റം ഉണ്ടെങ്കിൽ കൂടെ ഫിത്ന ഉണ്ടാകും എന്ന് ഭയപ്പെട്ട യാത്ര പാടില്ല എന്നാണ്. ശ്രദ്ധിക്കണം. ഇമാം മാലിക് റഹ്മഹുല്ല പറഞ്ഞു, എന്താ പറഞ്ഞറിയെങ്കിൽ എല്ലാ മഹ്റമുകളും വിശ്വസ്തരല്ല. ഇപ്പം തന്നെ നമ്മുടെ നാടുകളിൽ എന്തുണ്ട്, ഗാർഹിക പീഡനങ്ങൾ നടക്കുകയാണ്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്നത് ബന്ധുക്കളെ കൊണ്ടാണ്. നിങ്ങൾ വായിക്കാറുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, പത്രങ്ങളിലൊക്കെ കാണാം. അപ്പോൾ അതുകൊണ്ടാണ് ഇമാം മാലിക് പറഞ്ഞത് മഹ്റമായാൽ മാത്രം പോരാ, വിശ്വസ്തനായിരിക്കണം എന്ന്. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ ഹജ്ജിനോ ഉംറക്കൊക്കെ പോകാൻ മഹ്റം നിർബന്ധമല്ല, വഴി സുരക്ഷിതത്വം വേണമെന്നുള്ളതാണ്. വഴി എന്ത് ചെയ്യണം, ഫിത്നയിൽ നിന്ന് ഒരു അമ്നുണ്ടാകണം, സുരക്ഷിതത്വം വേണമെന്നുള്ള അതാണ് വേണ്ടത്. അപ്പോൾ ആക്രമിക്കപ്പെടുകയില്ല എന്ന്, അതായത് അവളുടെ ശരീരം, അവളുടെ പിന്നെ സമ്പത്ത്, ഇത് പിന്നെ ആക്രമിക്കപ്പെടുകയില്ല, ദ്രോഹിക്കപ്പെടുകയില്ല എന്നുള്ള സ്ഥിതിവിശേഷമാണെങ്കിൽ മറ്റുള്ള പെൺകുട്ടികളുടെ കൂടെ ഒരു സംഘം പെൺകുട്ടികളുടെ കൂടെ, സ്ത്രീകളുടെ കൂടെ ഇങ്ങനെ ടൂറ് പോകുന്നതിനൊന്നും വിരോധമില്ല, കുഴപ്പമില്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. കുഴപ്പം എപ്പോഴാണ്, മഹ്റം ഉണ്ടെങ്കിലും വിശ്വസ്തനായിരിക്കണം. ഇനി പിന്നെ വഴിയിൽ ഇങ്ങനെ ഫിത്ന ഉണ്ടാവും
അതിനുള്ള സാധ്യതയാണെങ്കിൽ യാത്ര പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ ഒരു സംഘം ഒരു 25 or 20 ഒക്കെ പെൺകുട്ടികൾ ഒരു ബസ്സിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ പോകുമ്പോൾ അതിനൊരു പ്രശ്നമില്ല, ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പേരിലൊന്നും യാത്ര മുടക്കേണ്ടതില്ല. ടൂർ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിലേ നടക്കുള്ളൂ. പിന്നീടൊക്കെയുള്ള യാത്ര ടൂർ എപ്പോഴാണ് നടക്കുക? അതൊക്കെ പിന്നെ വിവാഹത്തിന് ശേഷം ഒക്കെ. അപ്പോൾ ആ ലെവലിലുള്ള ആളുകളോട് ഒത്തുള്ള ടൂറായിരിക്കും. സ്വന്തം സഹപാഠികളോടൊപ്പമുള്ള ടൂറ് അതിപ്പോഴേ നടക്കുള്ളൂ. അപ്പോൾ അതൊന്നും മുടക്കേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. ഒരു ചോദ്യം കൂടെ, നമ്മൾ ഈ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കൈകൾ ഉയർത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഉത്തരം ഉയർത്തേണ്ടതില്ല എന്നുള്ളതാണ്. കൈകൾ ഉയർത്തേണ്ട സന്ദർഭങ്ങൾ ഏതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കേൾക്കുക. 1 തക്ബീറത്തുൽ ഇഹ്റാം. അത് നമ്മൾ ഇരു ചെവികൾക്ക് നേരെയും 2 കൈകളും ഉയർത്തണം, അല്ലെങ്കിൽ ചുമലുകൾക്ക് നേരെ ഉയർത്തണം. എന്നിട്ടാണ് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടേണ്ടത്. പിന്നെ നമ്മൾ റുകൂഇലേക്ക് പോകുമ്പോൾ റുകൂഇൽ നിന്ന് ഉയർന്ന സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയില്ലേ, അപ്പോഴൊക്കെ നമ്മൾ കൈകൾ ഉയർത്തുക. സുജൂദിലേക്ക് പോകുമ്പോഴോ സുജൂദിൽ നിന്ന് ഉയരുമ്പോഴോ കൈകൾ ഉയർത്താൻ പാടുള്ളതല്ല. ക്ലിയറായോ? പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? 3-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ, ഏത് റക്അത്തിലേക്ക്? 3-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ കൈകൾ ഉയർത്തണം. ഇതാണ് കൈകൾ ഉയർത്തേണ്ട സന്ദർഭങ്ങൾ. ഒരു കുട്ടി ഒരു ജമാഅത്തിൽ പങ്കെടുക്കുമ്പോൾ ആ ഇമാമ് സുജൂദിലാകട്ടെ, അത്തഹിയാത്തിലാകട്ടെ, റുകൂഇലാകട്ടെ, അല്ലെങ്കിൽ ഇഅ്തിദാലിലാകട്ടെ, എവിടെയായാലും നമസ്കാരത്തിൻ്റെ ആരംഭം അത് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടാണ്. കൈകൾ ഉയർത്തിക്കൊണ്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തക്ബീർ കെട്ടാൻ വേണ്ടി പറ്റുള്ളൂ. ഈ നമസ്കാരത്തിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കുക, റുകൂയിലാണെങ്കിൽ അല്ലെങ്കിൽ അത്തഹിയാത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ട് തക്ബീറത്തുൽ ഇഹ്റാം എന്നുള്ള നെയ്യത്തോടു കൂടെ. എന്നിട്ട് വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് റുകൂയിലേക്ക് പോവുക. സുജൂദിലാണെങ്കിൽ വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് സുജൂദിലേക്ക് പോവുക. ഇഅ്തിദാലാണെങ്കിലോ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം എന്നുള്ള നെയ്യത്തോടു കൂടെ കൈകെട്ടി എന്നിട്ട് അഴിച്ച് നേരെ ചൊവ്വേ നിൽക്കുക. അതാണ് വേണ്ടത്. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? പിന്നെ 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഈ പിന്നെ ഫോണിൻ്റെ മൊബൈലിൻ്റെ ട്യൂണുണ്ടല്ലോ, റിംഗ് ടോൺ, അപ്പോൾ അത് മ്യൂസിക് പാടുണ്ടോ എന്നുള്ളതാണ്. അതിലൊന്നും എന്തില്ല, അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ കണ്ടൻറ്റ് എന്താണ് എന്നുള്ളതാണ്. കണ്ടൻറ്റിൽ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഹറാമാകും. ഇസ്ലാം അനുകൂലിക്കുന്ന കാര്യങ്ങളാണെങ്കിലോ ഹലാലാകും. അപ്പം ഇത് റിംഗ് ടോൺ വരുമ്പോൾ അതിനകത്ത് ആരെയും ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ അല്ലെങ്കിൽ നിന്ദിക്കുകയോ അപമാനിക്കുകയോ അശ്ലീലമോ ഒന്നുമില്ല, കുഫറോ ഷിർക്കോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും നല്ല എന്താ, നല്ലൊരു പിന്നെ നമുക്ക് റിംഗ് ടോൺ നമുക്ക് ഉണ്ടാക്കാം. എന്തെങ്കിലും ഒരു നല്ല പിന്നെ ഒരു ഡയലോഗ് നമുക്ക് വെക്കാവുന്നതാണ്, എന്നിട്ട് നമുക്ക് റിംഗ് ടോൺ ആക്കാവുന്നതാണ്. അതാണ് ഉചിതം എന്നുള്ളതാണ്. 2-ാമത്തെ ചോദ്യം, മുടി കറുപ്പിക്കാമോന്നാണ്. അതൊക്കെ പ്രായമുള്ള ആളുകളൊക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഏതായിരുന്നാലും ഇപ്പോൾ ഈ കുട്ടികളൊക്കെ തന്നെ മുടി പലതരം കളറാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുകയാണ് ഏറ്റവും ഉചിതം. അങ്ങനെയുള്ള കെമിക്കലും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള യുവതികളൊക്കെ അതിന് പിന്നെ അടിമകളാണ്. മുടി പല പെയിൻ്റ് അടിക്കുക, അത് തെറ്റാണ്. എന്നാൽ ഈ നര ബാധിച്ചിട്ട് ആളുകൾ അത് കറുപ്പ് കൊടുക്കാമോന്നാണ്. അതിന് വിരോധമില്ല, കറുപ്പ് കൊടുക്കാം. അത് ഒക്കെ പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ ഫത്ഹുൽ ബാരിയിലെ സ്വഹാബികളായിട്ടുള്ള സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ ഹസൻ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ അതൊക്കെ അനുവദിച്ചിട്ടുണ്ട്, അതിൽ ഇളവുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. പക്ഷേ നരച്ച ആൾ മുടി കറുപ്പിച്ചിട്ട് ഒരാളെ വഞ്ചിക്കണം, പിന്നെ അതായത് പ്രായമുള്ള ആൾ പ്രായമില്ലാത്ത ആളായിട്ട് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കണം, പ്രത്യേകിച്ച് കല്യാണത്തിനൊക്കെ വിവാഹത്തിനൊക്കെ ആ ഒരു നിയ്യത്താണെങ്കിൽ അത് ഹറാമായി മാറും ആ ഘട്ടത്തിൽ എന്ന് മനസ്സിലാക്കുക. ആരെയും വഞ്ചിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് ഓർക്കുക. നമസ്കാരത്തിൽ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണോ എന്നുള്ളതാണ്. അൽഹംദുലില്ലാ എന്ന് നമുക്ക് മനസ്സിൽ പറയാം. ഒരാൾ അൽഹംദുലില്ലാ പറയാം, അപ്പോൾ നമസ്കരിക്കുന്ന സൊഫിൽ മറ്റൊരാൾ യർഹം കല്ലതെന്ന് പറയാൻ പാടില്ല.
യർഹംകല്ലാറിനെ നിനക്ക്, അത് നമസ്കാരത്തിന് പുറത്തേ പറ്റുള്ളൂ. നമസ്കാരത്തിൽ നമ്മളെന്താണ് അള്ളാഹിനോടാണ് സംഭാഷണം നടത്തുന്നത്. യർഹംകല്ലാറിനെ നിനക്ക് അള്ളാഹു കരുണ ചെയ്യട്ടെ എന്നാണ്. അപ്പം നിനക്കാരൻ ആ വ്യക്തിയോടുള്ള ഒരു സംസാരം കൂടിയായി, മനസ്സിലായല്ലോ. അള്ളാഹിനോടുള്ള പ്രാർത്ഥനയാണ്, അതോടൊപ്പം ആ വ്യക്തിയോടുള്ള ഒരിതാണ്. അപ്പോൾ വ്യക്തികളോടുള്ള ഒരു സംഭാഷണം വന്നു കഴിഞ്ഞാൽ നമസ്കാരം ബാത്തിലാകും. അതുകൊണ്ട് യർഹംകല്ലാ എന്നൊന്നും പറയാൻ പാടില്ല. തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് നമുക്ക് മനസ്സിൽ പറയാം. ഈ സുജൂദിൽ ഇപ്പോൾ മുഖം മറക്കുന്ന സ്ത്രീകൾ നിക്കാബൊക്കെ ഇട്ട് സുജൂദ് ചെയ്താൽ അതിൻ്റെ വിധി എന്താണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഏറ്റവും അഫ്ളലായിട്ടുള്ളത് ഒരു ഹദീസിൽ കാണാം, ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതി അഅളുമിൻ, 7 അവയവങ്ങളിലായിക്കൊണ്ട് സുജൂദ് ചെയ്യുവാൻ ഞാൻ കൽപ്പിച്ചു. ഏതാണ് 7 അവയവം? നിങ്ങൾ പറയൂ. 1 നെറ്റി, ഒന്നെന്താണ്? 2 മൂക്ക്, അല്ലേ? പിന്നെ കൈപ്പടങ്ങൾ, പിന്നെ കാൽമുട്ടുകൾ, പിന്നെ കാൽവിരലുകളുടെ പള്ളഭാഗങ്ങൾ. ഇതെവിടെ പതിയണം? ഭൂമിയിൽ പതിയണം. കൈമുട്ടുകൾ ഉയർത്തിപ്പിടിക്കണം. ഇവിടെ ചേരാൻ പറ്റില്ല, ഈ പാർശ്വത്തു നിന്ന് വിടണം. അതുപോലെ നമ്മളെ വയറ് തുടയിൽ ഇങ്ങനെ ആവാൻ പാടില്ല, കുറച്ചെന്ത് ചെയ്യണം, ഒരു ഗ്യാപ്പ് വേണം, ഒന്ന് നീണ്ട് നിവർന്ന് സുജൂദ് ചെയ്യണം. അതാണ് സുജൂദിൻ്റെ രൂപം. പെൺകുട്ടികളും അങ്ങനെ തന്നെ, ആൺകുട്ടികളും പെൺകുട്ടികളും സുജൂദിൻ്റെ രൂപത്തിൽ വ്യത്യാസമില്ല. അപ്പോൾ പെൺകുട്ടികൾ നിക്കാബ് ധരിച്ചുകൊണ്ട് സുജൂദ് ചെയ്താൽ അത് കുഴപ്പമില്ല എന്നാണ് പറയാനുള്ളത്. ഏറ്റവും എന്താ പറയുക, ഇസ്ലാമിൽ നിർബന്ധം എന്താ? അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറക്കുക എന്നുള്ളതാണ്. എത്രയോ പെൺകുട്ടികൾ നിങ്ങൾ നോക്കൂ, കോളേജിലൊക്കെ പഠിക്കുന്ന, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന, പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ, ഇപ്പോൾ തട്ടടൂല, ഒരു ഷാളിങ്ങനെ ഇട്ടിട്ട് അതിങ്ങനെ എന്താണ്, ഒരു സെക്കൻഡ്, ഒരു മിനിറ്റൊക്കെ ഇങ്ങനെ ഉണ്ടാവും, പിന്നെ ഇങ്ങനെ കൊഴിഞ്ഞു പോയി, പിന്നെ അത് ഒരു കഴുത്തിലണിയും. നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങളുടെ താത്തമാരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പാടില്ല, ഹറാമാണെന്ന് പറയണം. ഇസ്ലാം എന്താ പഠിപ്പിച്ചുള്ളത്? അന്യപുരുഷന്മാരുടെ മുമ്പിൽ, വീട്ടിനകത്ത് കുഴപ്പമില്ല, വീട്ടിനകത്ത് കുഴപ്പമില്ല, തട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ വീടിന് പുറത്ത് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അന്യപുരുഷന്മാർ വരുമ്പോൾ എന്ത് ചെയ്യണം? മുഖവും മുൻകൈയും ഉൾപ്പെടെയുള്ള മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ നിർബന്ധമായും എന്ത് ചെയ്യണം? ഒരു സ്ത്രീ മറക്കണം. മനസ്സിലാകുന്നുണ്ടോ? പ്രത്യേകിച്ച് പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികൾ, അത് വാജിബാണ്, അല്ലെങ്കിൽ കുറ്റകരമാണ്. ശരി, ഇവിടെ നല്ലൊരു ചോദ്യം വന്നിട്ടുണ്ട്. നിങ്ങൾ ജുമാ ഖുതുബ കേൾക്കാറുണ്ടോ? ഈ ഖുതുബയുടെ അവസാനം എന്തായിരിക്കും ഉണ്ടാകുക? പ്രാർത്ഥന. ഒരു പ്രാർത്ഥന പറയൂ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. വേറെന്തോ പറഞ്ഞല്ലോ. റബ്ബനാ, അങ്ങനെയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഇമാമ് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഖതീബ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രോതാക്കൾ കൈ ഉയർത്താമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുള്ള ഉത്തരം ഉയർത്താം എന്നാണ്. എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക. ഇമാമ് ഖുതുബ നടത്തി പ്രാർത്ഥിക്കുമ്പോൾ മൗമൂമീങ്ങൾ അല്ലെങ്കിൽ ശ്രോതാക്കൾ കൈ ഉയർത്താൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കണം, കൈ ഉയർത്താണ് വേണ്ടത്. പിന്നെ ഇമാമിനെ പിൻപറ്റിയാണ്, ഇമാമിനെ പിൻപറ്റണം. അപ്പോൾ ഇമാമ് കൈ ഉയർത്താറില്ല, അപ്പോൾ അതുകൊണ്ട് ശ്രോതാക്കളും കൈ ഉയർത്തേണ്ടതില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. പക്ഷേ അതെന്താണ്? തെറ്റാണ്. എന്താണ്? ഇമാമിനെ നമ്മൾ എവിടെയാണ് പിൻപറ്റേണ്ടത്? നമസ്കാരത്തിലാണ്. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി എന്നാണ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസ്. ഇമാം നിശ്ചയിക്കപ്പെട്ടത് അദ്ദേഹം പിൻപറ്റുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അത് നമസ്കാരത്തിലാണ്. നമസ്കാരത്തിൽ ഇമാം റുക്കൂയിലേക്ക് പോയാൽ നമ്മൾ റുക്കൂയിലേക്ക് പോകണം, സുജൂദിലേക്ക് പോയാൽ നമ്മൾ സുജൂദിലേക്ക് പോകണം. അപ്പോഴാണ് നമുക്ക് ജമാഅത്ത് കിട്ടുക. എന്നാൽ ഖുതുബയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല? പിൻപറ്റേണ്ടതില്ല. ഈ ഖുതുബയിൽ പിൻപറ്റുകയാണെങ്കിൽ നമ്മളും എന്ത് ചെയ്യണം? അങ്ങോട്ട് തിരിഞ്ഞിരിക്കേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയല്ല. ഈ ഖുതുബ എങ്ങനെയാണ്? ജനങ്ങൾ എല്ലാവരും ഇമാമിൻ്റെ നേർക്ക്, ഇമാമോ ജനങ്ങളുടെ നേർക്ക്. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൈ ഉയർത്താൻ വിരോധമല്ല. എന്നാൽ ഇമാമ് സാധാരണഗതിയിൽ ഖുതുബയിൽ പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്താൻ പാടില്ല. ഇമാമ് ശ്രോതാക്കൾക്കാകാം. പക്ഷേ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇമാം എന്ത് ചെയ്യണം? മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കൂലേ? അപ്പോൾ കൈ ഉയർത്തണം. അപ്പോൾ എല്ലാവരും കൈ ഉയർത്തുക.
അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെ ആടിയാൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. അത് ഇവർ പഠിക്കുന്ന സമയത്തെ അത് എപ്പോഴും ഹൃദിസ്ഥമാക്കാനൊക്കെ ഇങ്ങനെ ആടി അതൊരു പഠിക്കുമ്പോഴൊരു ഉല്ലാസമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, അതൊന്നും വിരോധമല്ല. നിങ്ങൾ നല്ലോണം ആടി നല്ലോണം ഖുർആൻ പഠിച്ചോളൂ. അള്ളാഹു താല നിങ്ങൾക്ക് നല്ല ഒരു ബൈഹാർട്ട് ഖുർആൻ ഹിഫ്ള് നിലനിർത്തുന്ന നല്ലൊരു ബ്രെയിൻ നിങ്ങൾക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ, നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ദിക്റുകൾ എന്താ അറിയോ, ഈ സൂഫികളാണ് ദിക്റുകൾ ഇങ്ങനെ ആടി ഡാൻസ് ചെയ്തുകൊണ്ട് ദിക്റുകൾ ചൊല്ലാറുള്ളത്. അതാണ് തെറ്റ്. ശ്രദ്ധിക്കുക, ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് ഈ പുരുഷന്മാർ നമസ്കരിക്കുന്ന സമയത്ത് തൊപ്പി ധരിക്കുക, നമസ്കരിക്കുന്ന സമയത്തിന് പുറത്തും ഒക്കെ തൊപ്പി ധരിക്കുന്നത് സുന്നത്താണോ എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം ശ്രദ്ധിക്കുക, സുന്നത്തല്ല. അതായത് പ്രതിഫലം കിട്ടുന്ന ഒരു പുണ്യകർമ്മമല്ല തൊപ്പി ധരിക്കുക, തലപ്പാവ് ധരിക്കുക, ഷോള് ധരിക്കുക എന്നുള്ളത്. അതെന്താ? അത് അറബികളുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആളുകൾ എന്തിലാണ് സഞ്ചരിച്ചിരുന്നത്? പറയൂ, എന്തിലാണ് സഞ്ചരിച്ചത്? വെരി ഗുഡ്, ഒട്ടകം അല്ലേ? ഒട്ടകത്തിലും കഴുതയിലൊക്കെ ആയിരുന്നു. അപ്പം അത് സുന്നത്താണോ? നമ്മളിപ്പോൾ ഒട്ടകത്തിൽ സഞ്ചരിക്കണോ? നമ്മൾ ബസ്സിലും ട്രെയിനിലും കാറിലൊക്കെ പോകാൻ നമ്മളതൊക്കെ മാറ്റിയിട്ട് ഒട്ടകത്തിനെ കഴുതനെ വാങ്ങണോ? വേണ്ട. അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ട് ഒട്ടകത്തിന് പുറത്ത് പോകണോ? ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് കഴുതപ്പുറത്ത് പോകണോ? പോകണ്ട. നമ്മൾ സ്കൂട്ടിയിലോ കാറിലോ ബസ്സിലോ ഒക്കെ പോയാൽ മതിയല്ലേ? അപ്പോൾ അതെന്താ പറയുക, ആ കാലഘട്ടത്തിലുള്ള ഒരു പരമ്പരാഗത രീതിയാണ്. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അറബികൾക്കിടയിലുണ്ടായിരുന്ന വസ്ത്രധാരണ രീതി എന്താണ്? മുഴുനീളം ഉള്ള ഡ്രസ്സ് ധരിക്കുക, അതുപോലെ തലപ്പാവ് ധരിക്കുക, കയ്യിൽ വടിയോ വാളൊക്കെ ഉണ്ടാകും. അറബികളുടെ കയ്യിൽ എന്തുണ്ടാകും? വടിയോ വാളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു വാള് അല്ലെങ്കിൽ വടിയൊക്കെ എടുത്ത് നടക്കണോ? വേണ്ട. സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു വടി വേണോ? അത് സുന്നത്തല്ല. അതെന്താ? അതൊക്കെ അറബികളുടെ രീതിയാണ്. അപ്പോൾ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഈ മതമായിട്ട് ബന്ധമില്ലാത്ത പല ആചാരങ്ങളും ഉണ്ട്. അത് ആ കാലഘട്ടത്തിലെ പ്രത്യേകമായ കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് നമസ്കരിക്കുന്ന സമയത്തോ അല്ലാത്ത ഘട്ടത്തിലോ തലമറക്കൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുന്നത്തല്ല എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഇത് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറയാണ്, ഫതാവ അൽ ലജ്നത്തു ദായിമ എന്ന് പറയും. സൗദി അറേബ്യയുടെ മതകാര്യ വകുപ്പിൻ്റെ ആധികാരിക ഫത്വ ബോർഡാണ്. അതിൻ്റെ 43/24 പറയാം, ലുബ്സുൽ ഇമാമതി മിനൽ മുബാഹാത്തി വലൈസ ബിസുന്നത്തിൻ. ഈ തലപ്പാവ് പുരുഷന്മാർക്ക് വേണമെങ്കിൽ ധരിക്കാം, അത് മുബാഹാത്ത് അനുവദിക്കപ്പെട്ട കാര്യങ്ങളില പെട്ടതാണ്. ഒരാൾക്ക് എന്ത് ചെയ്യാൻ? തൊപ്പിടാതിരിക്കാം, അത് ജായിസാണ്. പക്ഷേ വലൈസ ബിസുന്ന, അത് സുന്നത്തല്ല. വൽ ഔല അൻ തബ്ക അലാ മാ യൽബിസുഹു അഹ്ലു ബലദിക അലാ റൂസിഹിം മിനൽ ഖത്രതി വശിമാഖി വനഹ്വിഹി. ഒരു നാട്ടിൽ തലമറക്കുന്ന സമ്പ്രദായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തലമറക്കാം, ഇല്ലെങ്കിൽ തലമറക്കണ്ട എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഈജിപ്തുകാരൊക്കെ തൊപ്പിയാണ് അധികം ധരിക്കുക. എന്നാൽ സുഡാനിൽ ധരിക്കുന്നത് ഒരു തരം നമ്മൾ എന്താ പറയുക, വലിയ വെള്ള ഷാളിങ്ങനെ ചുറ്റി ഇങ്ങനെ കുഴച്ച് ഒരു പ്രത്യേക രൂപത്തിലാണ്. എന്നാൽ സൗദി അതുപോലെ തന്നെ UAE പോലെ രാജ്യങ്ങളിൽ തൊപ്പി ധരിച്ചൊരു ഷാള് ധരിക്കും. ഊത്ര എന്നൊക്കെ പറയും, ഷിമാഗ് എന്ന് പറയും. അപ്പോൾ എന്നാൽ നമ്മളെന്ന കേരളത്തിലൊക്കെയോ ഇവിടെ തൊപ്പിയൊന്നും ധരിക്കാറില്ല. അപ്പോൾ ഏതൊരു നാട്ടിലാണോ നമ്മൾ ആ നാട്ടിലെ രീതി നമ്മൾ ഫോളോ ചെയ്താൽ മതി എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഫോട്ടോ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം, അനാവശ്യമായിട്ട് പ്രത്യേകിച്ച് ഈ സ്ത്രീകളുടെയൊക്കെ ഫോട്ടോ എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലിടുക, അതൊക്കെ ഒരു ദുസ്വഭാവമാണ്, വർദ്ധിക്കേണ്ടതാണ്. ആവശ്യമാണെങ്കിൽ ഫോട്ടോ എടുക്കാം. പക്ഷേ ഈ ചിത്രം വരയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരാധനാമൂർത്തികളുടെ
ഇപ്പോൾ ഏതെങ്കിലും മതക്കാർ ആരാധിക്കുന്ന ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ പിന്നെ ഒരു ജാറം, ജാറം കണ്ടില്ല നിങ്ങൾ? ആ ജാറത്തിൻ്റെ ഫോട്ടോ, പിന്നെ അതല്ലെങ്കിൽ ഏതെങ്കിലും ബിംബങ്ങളുടെ ഫോട്ടോ, ഇതൊന്നും നമ്മൾ വരയ്ക്കാൻ പാടില്ല. മനസ്സിലായോ? അതൊക്കെ ഹറാമാണ്, അത് കുറ്റകരമാണ്, പരലോകത്ത് കുറ്റം കിട്ടും. അതേ അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇപ്പോൾ മരം, മനുഷ്യൻ്റെ ചിത്രം വരയ്ക്കാൻ പാടില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അതെന്താ പറയുക, ഒരു ഹദീസ് വന്നിട്ടുണ്ട്, എല്ലാ ചിത്രം വരക്കാരും കുല്ലു മുസവ്വിരിൻ ഫിന്നാർന്ന് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ഈ ബിംബങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും. തമാത്തീൽ എന്ന് പറയും. ഇപ്പോൾ റസൂലുള്ള വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു വിരിപ്പ് കണ്ടു. ആ വിരിപ്പ് കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് വല്ലാത്ത നീരസം തോന്നി, പ്രതിഷേധിച്ചു എന്നാ. അങ്ങനെ അത് എടുത്തു മാറ്റിയെന്ന്. അപ്പം അതിലെന്തുണ്ടായിരുന്നു? അത് എത്യോപ്യയിൽ നിന്നോ മറ്റോ കൊണ്ടുവന്നതായിരുന്നു. അതിനകത്ത് ആരാധനാമൂർത്തികളുടെ പടമുണ്ടായിരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ചിത്രങ്ങളൊന്നും തന്നെ വരയ്ക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു കുട്ടിയുടെയോ ഒരു സ്കൂളിൻ്റെയൊക്കെ ചിത്രം വരച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ചിത്രം വരക്കാരന് തോന്നുകയാണ് ഞാനിത് സൃഷ്ടിച്ചതാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിക്കത്ത് തുല്യമാണ് എന്നുള്ളൊരു വിചാരം വരുന്നു എങ്കിൽ അപ്പോൾ അത് നിഷിദ്ധമാണ്. അങ്ങനെയുള്ള ആളുകൾ ചിത്രം വരയ്ക്കാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെയുള്ള ബോധമൊന്നുമില്ലാതെ കേവലം ഒരു വര എന്നുള്ള നിലക്ക് വരക്കാം. ആരാധനാമൂർത്തികളോ പ്രാർത്ഥനാ കേന്ദ്രങ്ങളോ ഇതൊന്നും വരക്കാനായിട്ട് പാടുള്ളതല്ല. അതെ, നമ്മൾ ഈ ജേഴ്സി ധരിക്കാമോ എന്നുള്ളത്, അതായത് ഇപ്പോൾ നെയ്മർ അതുപോലുള്ള മറഡോണ പോലുള്ള ആളുകളുടെയൊക്കെ ഫോട്ടോകളുടെ ഡ്രസ്സ് ധരിക്കാമോ എന്നാണ്. അത് ധരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ നമസ്കാരത്തിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നമസ്കരിക്കുമ്പോൾ അതിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ തെറ്റും. അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. ഇനി അത് ഫോട്ടോ മാത്രമല്ല, ചില കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കും, അല്ലെങ്കിൽ ചില ഫ്ലവർ ഉണ്ടാകും, അതൊക്കെ നമ്മൾ വർജിക്കുകയാണ് വേണ്ടത്. കാരണം നമസ്കരിക്കാൻ അതുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ ശ്രദ്ധ തെറ്റും എന്നുള്ളതാണ് പറയുന്നത്. റുകൂഇൽ കൈ കെട്ടേണ്ടതുണ്ടോ, റുകൂഇൽ നിന്ന് ഇഅ്തിദാലിൽ വന്നാൽ കൈ കെട്ടണോ കൈ കെട്ടണ്ടയോ എന്നുള്ള ചോദ്യം പലപ്പോഴും വരാറുണ്ട്. അത് വെറും ഗൾഫിലെ ചില സലഫികളായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം മാത്രമാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അസ്സുലാ എന്ന് പറയുന്ന സിഫത്തു സുലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സുലാത്ത് നമസ്കാരം വിവരിക്കുന്ന അധ്യായത്തിൽ ആ കിതാബിൽ പറയുന്നുണ്ട് അത് പാടില്ല എന്നാണ്. കൈകൾ എന്ത് ചെയ്യണം? താഴ്ത്തിയിടണം. ഇഅ്തിദാൽ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. നമ്മൾ റുകൂഇൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതിന് എന്താ പറയുക? ഇഅ്തിദാൽ. ഇഅ്തിദാൽ എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വേ നിൽക്കുക എന്നാണ്. അപ്പോൾ അത് പാടില്ല. അതിൽ കൈ കെട്ടാൻ പാടില്ല, കൈ കെട്ടി നിൽക്കരുത്. അത് കൈകെട്ടി നിൽക്കണം എന്ന് പറയുന്ന ഇബ്നു ബാസ് റഹിമഹുല്ലാഹിനെ പറയുന്നത് അതിൻ്റെ പേര് തർക്കം പാടില്ല എന്നുള്ളതാണ്.